വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ, ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ, ഒരുങ്ങിയിടാം. ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു ജീസസ്. ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ വെബിനാറിൽ പങ്കുചേരുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എല്ലാ ദൈവദാസന്മാർക്കും കുടുംബത്തിനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. എല്ലാവരെയും ഹാർദവുമായി ഞങ്ങൾ വെൽക്കം ചെയ്യുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് ധാരാളമായി ഏവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്ന അന്ത്യകാല പ്രവചനങ്ങൾ എന്ന വിഷയമാണ് ഇന്ന് കർത്താവിൻ്റെ ദാസൻ ബാബു സാറ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ക്രിസ്തു യേശുവിൻ്റെ ആദ്യ വരവിന്, അതായത് ക്രിസ്തു യേശു മനുഷ്യനായ ഭൂമിയിൽ ജനിക്കുന്നതിന് അനേക വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാരിൽ കൂടി അരുളിപ്പാട് ചെയ്ത് രേഖപ്പെടുത്തിയിട്ടുള്ള പ്രവചന പുസ്തകങ്ങളിൽ അന്ത്യകാലത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ആ പ്രവചനങ്ങൾ ഈ കാലയളവിൽ നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലും ന്യൂസ് പേപ്പറിലും ടി വിയിലും ഒക്കെ എപ്പോഴും ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. യുദ്ധങ്ങള്, യുദ്ധശ്രുതികള്, പല വിഭിന്ന തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ഹൃദയത്തിൽ ആത്മാവിൽ അത് ഗ്രഹിക്കുവാൻ സാധിക്കും. കർത്താവിൻ്റെ ദാസൻ കഴിഞ്ഞ അനേക വർഷങ്ങൾ കൊണ്ട് സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി എന്ന പ്ലാറ്റ്ഫോമിൽ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് തിരുവചനത്തിൻ്റെ സത്യങ്ങൾ മൂലഭാഷയിൽ എഴുതിയിരിക്കുന്നതിൻ്റെ പൊരുള് തിരിച്ച് ജനത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി തയ്യാറാക്കപ്പെട്ട ഒരു ഗ്രൂപ്പാണ് സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പിൽപ്പെട്ട സ്റ്റുഡൻസ് എൻ്റെ നിർബന്ധപ്രകാരവും ആഗ്രഹപ്രകാരവും കർത്താവിൻ്റെ ദാസൻ ബാബു സാറ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായി തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു ക്ലാസ് എടുക്കാമെന്ന്, ഒരു വെബിനാർ നടത്താമെന്ന് അംഗീകരിച്ചതനുസരിച്ച്, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചതനുസരിച്ച് ഇന്ന് അദ്ദേഹം നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. അത് കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവമക്കൾ എല്ലാവരെയും ഇവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ 26 വർഷം കൊണ്ട് ലണ്ടനിൽ താമസിച്ചുകൊണ്ട് ദൈവവചനം വളരെ ആഴമായിട്ട് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ് ഡോക്ടർ ബാബു ജോൺ വേട്ടമല. വേട്ടമല ഫിലിപ്പോസ് ഉപദേശിയുടെ കൊച്ചുമകൻ. അതുപോലെ തന്നെ അനേക പ്ലാറ്റ്ഫോമുകളിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്ന ഒരു വേദ അധ്യാപകൻ. അതുപോലെ തന്നെ ആഴമായി കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവിൻ്റെ ഭൃത്യനാണ് ബാബു ജോൺ വേട്ടമല സാർ. മരണത്തോട് മല്ല് പിടിച്ച് മരണത്തിന് അധീനനായി എന്ന് പറയത്തക്ക രീതിയിൽ ഉള്ള ഒരു രോഗത്തിന് അടിമയായിരുന്ന കർത്താവിൻ്റെ ദാസനെ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് തൻ്റെ മക്കളുടെ പാദപീഠത്തിൽ ഇരുന്ന് കാലുകൾ കഴുകുക എന്ന ആ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് വചന ശുശ്രൂഷയിൽ കൂടിയാണ് ആ കാൽകഴുകൾ നടക്കേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവവചനം ആഴമായി പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ആ ഭൃത്യൻ നമ്മുടെ മധ്യത്തിലുണ്ട്. വളരെ സന്തോഷമുണ്ട്. നാം എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ ഇന്ന് സ്വാഗതം ചെയ്യുകയാണ്. വരുന്ന 1.5 മണിക്കൂർ നേരം, അതായത് 8:30 വരെ വളരെ ആഴമായ ദൈവവചന സത്യങ്ങൾ നമുക്ക് പൊരുളി തിരിച്ചു തരുവാൻ കർത്താവിൻ്റെ ദാസനെ ദൈവനാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി ഇപ്പോഴേ രേഖപ്പെടുത്തുന്നു. അങ്ങ് ഞങ്ങളുടെ സ്വീകരണം, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ മധ്യത്തിൽ വന്നു. അതിനായി കർത്താവ് സഹായിക്കട്ടെ, ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെല്ലാവരും അങ്ങ് സ്വീകരിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആരംഭിക്കാം. സകല ലോകത്തിൻ്റെ രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ.
ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ ദൈവമക്കൾക്കും ഹൃദ്യമായ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ബൈബിൾ പ്രോഫസീസ് ബീയിങ് ഫുൾഫിൽഡ് നൗ, എൻഡ് ടൈം പ്രോഫസീസ് ബീയിങ് ഫുൾഫിൽഡ്, ഇപ്പോൾ നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്ന വേദപുസ്തക പ്രവചനം എന്ന വിഷയത്തെപ്പറ്റി നമ്മളിവിടെ ഒരു ക്ലാസ് എടുക്കുകയാണ്. നിങ്ങൾക്ക് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കാം. എനിക്കാണെങ്കിൽ ചോദ്യങ്ങളോട് മറുപടി വരുന്നതാണ് ഏറ്റവും ഇഷ്ടവും. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു പോകുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ആ സംശയം നിങ്ങളൊരു പേപ്പറിലൊന്ന് കുറിച്ച് വെക്കണം. എന്നിട്ട് കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ സമയം കിട്ടത്തില്ല. എത്രയും പെട്ടെന്ന് ഞാൻ ഈ ക്ലാസ് നിർത്തിയിട്ട് കൺക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ വേണ്ടി ലാസ്റ്റ് ഒരു സ്ലോട്ട് തരാമെന്നാണ് വിശ്വസിക്കുന്നത്. കാര്യം ഇടയ്ക്ക് ചോദ്യം ചോദിച്ചാൽ ഒരു പക്ഷേ നമുക്ക് പറയാൻ പറ്റത്തില്ലായിരിക്കും. ഈ പ്ലാറ്റ്ഫോം ഒരുക്കിയ SBS-നോട് നന്ദി അറിയിക്കുന്നു. ഇതിൻ്റെ കോർഡിനേറ്ററായ പാസ്റ്റർ KT അദ്ദേഹം ഇവിടെ പരിചയപ്പെടുത്തിയല്ലോ, അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും ഹൃദ്യമായ സ്നേഹം അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ബൈബിൾ പ്രോഫസീസ് ബീയിങ് ഫുൾഫിൽഡ്, ഇപ്പോൾ നിവർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന അന്ത്യകാല പ്രവചനങ്ങൾ എന്നുള്ളത്. ഈ അന്ത്യകാല പ്രവചനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എൻഡ് ടൈം പ്രഡിക്ഷൻസ് എന്ന് പറഞ്ഞാൽ പോലും ശരിയാണ്. എൻഡ് ടൈം പ്രഡിക്ഷൻസ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത ആ എൻറ്റയർ ബൈബിളിൻ്റെ 24% വേഴ്സസ് പ്രഡിക്ഷൻസ് ആണ്. അന്ത്യകാലത്ത് സംഭവിക്കേണ്ട കാര്യങ്ങളെ പറ്റിയുള്ള പ്രവചനങ്ങളാണ്, പ്രഡിക്ഷൻസ് ആണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ടോട്ടൽ 24% എന്ന് പറയുന്നത്. ടോട്ടൽ 24% പ്രഡിക്ഷൻസ് ആണ്. ഇനി നമുക്ക് ആ പ്രഡിക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഇൻസിഡൻസ് എടുത്താൽ, ഈവൻസ് എടുത്താൽ 735 ഇൻസിഡൻസ് എൻഡ് ടൈമിൽ സംഭവിക്കണം. 735 735 സംഭവങ്ങളാണ് അന്ത്യകാലത്ത് സംഭവിക്കേണ്ടത്. ഇത് വല്ലതും സംഭവിച്ചോ? There is one question. 1999 ഡിസംബർ 31 ആയപ്പോഴേക്ക് 1999 ഡിസംബർ 31 ആയപ്പോഴത്തേക്ക് 596 predictions fulfilled ആയി. ഈവൻസ് 596 ഈവൻസ് 1999 ഡിസംബർ 31 സംഭവിച്ചു കഴിഞ്ഞു. And now for the last 25 years what has been happening? That is absolutely soul-stirring and surprising. Because by now, ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് 735-ൽ 700 predictionsഉം ഫുൾഫിൽഡ് ആയി കഴിഞ്ഞു. 700 predictions ഫുൾഫിൽഡ് ആയി കഴിഞ്ഞു. ഇനി എത്ര പ്രഡിക്ഷൻസിലുണ്ട്? Only 35. Only 35 to be fulfilled. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, how close we are to the end time, or to the end of the end time. Not to the end time, we are already in the end time, but to the end of the end time. അന്ത്യകാലത്തിൻ്റെ അവസാനത്തോട് നമ്മൾ എത്രയോ അടുത്തിരിക്കുന്നു. That's the first thing. And second thing is how close we are to the coming back of the Lord Jesus Christ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങി വരവിനോട് നമ്മൾ എത്രമാത്രം അടുത്തിരിക്കുന്നു. അതാണ് അതിൻ്റെ പ്രാധാന്യത എന്ന് പറയുന്നത്. That is a great importance എന്ന് പറയുന്നത്. So what am I going to do today? I'm going to take a very specific period. A very specific period. Especially from 1948 to 1979. 1948 മുതൽ 1979 വരെയുള്ള ചില പ്രധാനപ്പെട്ട സംഭവങ്ങളും 1-2 മാത്രം, പ്ലസ് 1979 മുതൽ നമ്മളിപ്പോൾ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് വരെ സംഭവിച്ചു. ദാറ്റ് മീൻസ് ഇറ്റ്സ് അവർ ഓൺ ലൈഫ് ടൈം, isn't it? 79-ന് ശേഷം ജനിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും എന്ന് എൻ്റെ വിശ്വാസം.
79 മുതൽ ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, which has already been predicted in the Bible, but how many of us know that this has exactly been predicted by such and such prophets in such and such books at such and such times? ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെ പ്രവാചകന്മാർ, ഏതൊക്കെ പുസ്തകങ്ങളിൽ, ഏതൊക്കെ സമയങ്ങളിൽ, എവിടെയൊക്കെ പറഞ്ഞതായിരുന്നു? അപ്പം ചോദിച്ചേക്ക്, എന്തിനാ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണങ്ങൾ, ടു റീഅഷ്യൂർ the credibility, the trustworthiness of the Holy Bible that we are following. നാം പിൻഗമിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വിശ്വാസ്യത എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക. 2, വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തെ പറ്റി പറയുന്നത്, അവിടുന്ന് അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു, താൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. താൻ അരുളി ചെയ്ത കാര്യങ്ങൾ സംഭവിക്കുന്നു, താൻ കൽപ്പിച്ച കാര്യങ്ങൾ സ്ഥാപിതമാകുന്നു എന്നുള്ളതാണ് നമ്മുടെ ദൈവത്തിൻ്റെ ക്രെഡിബിലിറ്റി. ആൻഡ് ദ തേർഡ് തിങ് ഈസ്, വി ആർ ഓൾ ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ് ഗ്ലോറിയസ് ഹോപ്പ് ഓഫ് ദ കമ്മിങ് ബാക്ക് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങി വരവെന്ന ഭാഗ്യകരമായ പ്രത്യാശയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നാം. ഈ ഭാഗ്യകരമായ പ്രത്യാശയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ നമ്മളോട് ആളുകൾ ചോദിക്കും, 10,000-2000 കൊല്ലം ആയില്ലയോ നിങ്ങളിത് പറയാൻ തുടങ്ങിയിട്ട്? എന്നിട്ട് എന്തോ ആയി? നമുക്കിതിനെ എങ്ങനെ ഉപമിക്കാം? ഇപ്പം കോട്ടയത്തു നിന്ന് ഒരാൾ തിരുവനന്തപുരത്തിന് ബസ് പോവുക. അപ്പം മണിക്കൂർ 2-3 എന്നിട്ട് തിരുവനന്തപുരം കാണുന്നില്ല. ആ ബസ്സിനകത്തിരുന്ന് ഒരുത്തൻ ഡ്രൈവറോട് ചോദിച്ചു, ഈ ട്രിവാൻഡ്രത്ത് നമ്മൾ പോകാൻ വേണ്ടി നിങ്ങൾ കുറഞ്ഞിട്ട് 2 മണിക്കൂർ ആയല്ലോ, അവിടെ കാണാൻ എത്തിയോ? അപ്പം ജെനുവിനായ ഡ്രൈവർ നോക്കിയേ, അവിടെ മുതൽ ഇവിടം വരെ എത്ര മൈലുണ്ട്? ഇത്ര മൈലാണ് കോട്ടയത്തുനിന്ന് തിരുവനന്തപുരത്തുള്ള ദൂരം. ഇപ്പോൾ നമ്മൾ ഇത്ര മൈൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അതിനർത്ഥം ഇനി ഇത്ര മൈലൂടെ ഉള്ളൂ. അതിനർത്ഥം ഇത്ര സമയം കൂടെ കഴിയുമ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് എത്തുമെന്നാണ്. അപ്പോൾ നമുക്ക് ലോകത്തോട് പറയാനും നമ്മളെ വിശ്വസിപ്പിക്കാനും ഒരു കാര്യമുണ്ട്. 735 predictions വിശുദ്ധ വേദപുസ്തകം എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങി വരുന്നതിന് മുമ്പ് സംഭവിക്കേണ്ടതായിട്ട് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന സമയത്ത് 700 നടന്നു കഴിഞ്ഞു. 700 നടന്നു കഴിഞ്ഞുവെങ്കിൽ why not the other 35 not taking place in my lifetime? അങ്ങനെയാണെങ്കിൽ അടുത്ത 35 കാര്യങ്ങൾ എൻ്റെ ലൈഫ് ടൈമിൽ സംഭവിക്കാൻ എന്താ തടസ്സം? That means I'm so close. നമുക്ക് വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ എങ്ങനെ പറയാം? നാം വിശ്വസിച്ച നാളിനേക്കാൾ രക്ഷയോട് നാം എത്രയോ അധികം അടുത്തിരിക്കുന്നു. നാം വിശ്വസിച്ച നാളിനേക്കാൾ രക്ഷയോട് നമ്മൾ എത്രയോ അധികം അടുത്തിരിക്കുന്നു. ഇനി എന്തുകൊണ്ട് നമ്മൾ ഈ കാര്യം അറിയണം? ചിലർ പറയും, കർത്താവ് എപ്പോഴേലും വരട്ടെ. ഇതൊക്കെ പറഞ്ഞതിന് മനുഷ്യനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്, എപ്പോഴേലും വരട്ടെ. കർത്താവ് വരുമ്പോൾ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ വരുമ്പോൾ പൊക്കോളാവുന്നേ. ഇപ്പം ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ വീട് പണിയും നമ്മുടെ അമേരിക്കൻ മൈഗ്രേഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മുടെ ശ്രദ്ധ മാറ്റിക്കളയാവും. there is a problem. അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ കർത്താവ് വരുന്നത് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവിടുന്ന് പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. എന്ന് പറഞ്ഞാൽ അമേരിക്കൻ മൈഗ്രേഷനും മോഡ കല്യാണമൊക്കെ നടന്നിട്ട് കുഴപ്പമില്ല. അതിൻ്റെ ഇടയ്ക്കും നമ്മുടെ കർത്താവ് വരുന്നു, നമ്മുടെ കർത്താവ് വരുന്നു, നമ്മുടെ കർത്താവ് വരുന്നു എന്നുള്ള ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങി വരവ്. കാരണം എന്താ? അല്ലാത്തവർക്ക് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ദാറ്റ്സ് നൺ ഓഫ് ദ ബിസിനസ്. ദേ വാണ്ട് ടു നോ ഇറ്റ്. വരുവോ വരാതിരിക്കോ, പോവുകയോ പോകാതിരിക്കോ, അവർക്കതിന് താല്പര്യമില്ല. അപ്പോൾ
ഈ ആയുസിൽ മാത്രമാണ് നമ്മൾ ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നതെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഈ ആയുസിൽ നടക്കേണ്ട കാര്യങ്ങൾക്ക് മാത്രമേ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളൂ എങ്കിൽ പിന്നെ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്തോ സാധിക്കാനാ? നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഒരു കാര്യവും സാധിക്കാനില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങി വരവെന്ന വിഷയത്തെപ്പറ്റി വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ സ്വർഗത്തിൽ പോക്ക് തന്നെ അപകടകരമാകാൻ സാധ്യതയുണ്ട്. ഇനി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ കാര്യങ്ങളും വിശുദ്ധ പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ ഫുൾഫിൽഡ് ആയിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുവാൻ പോവുകയാണ്. അതിനാധാരമായിട്ട് നമുക്ക് നമ്മുടെ ബാബു ബ്രദറിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണേ, അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കണേ. ബാബു ബ്രദർ, ആർ യു അൺമ്യൂട്ടഡ്? ബാബു ബ്രദർ അൺമ്യൂട്ട് ആണോ? ഓക്കെ. നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ ആദ്യം വായിക്കാൻ പോവുകയാണ്. യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ക്രൂശീകരണത്തിന്റെ ആഴ്ച ഒരു ചൊവ്വാഴ്ച ദിവസം ബുധനാഴ്ച ദിവസം യെരുശലേം ദേവാലയത്തിൽ തൻ്റെ ബൈബിൾ ക്ലാസ് കഴിഞ്ഞ്, ലാസ്റ്റ് ബൈബിൾ ക്ലാസ് കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി ശിഷ്യന്മാർ തന്നെ ആലയത്തിൻ്റെ പണിയൊക്കെ കാണിച്ചിട്ട് അവരവിടുന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് ഒലിവുമലയുടെ സൈഡിലെത്തി സന്ധിക്കിരിക്കുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യെരുശലേമിനോട് ഗുഡ് ബൈ പറയാണ്, ദേവാലയത്തോടും പ്രസിഡന്റിനോട് ഗുഡ് ബൈ പറയാണ്. ഗുഡ് ബൈ പറഞ്ഞു, യെരുശലേമേ, യെരുശലേമേ, എന്താ നിന്റെ പ്രത്യേകത? നിന്റെ അടുക്കൽ വിട്ട സകല പ്രവാചകന്മാരെ നീ കല്ലെറിഞ്ഞ് കൊന്നിട്ടുണ്ട്. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറുകിൻ കീഴ് ചേർക്കും പോലെ നിങ്ങളെ ചേർക്കുള്ളാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. അതുകൊണ്ട് ഇനി പ്രഡിക്ഷൻസ് കേട്ടോണേ, പ്രഡിക്ഷൻസ്. നിങ്ങളുടെ ഭവനങ്ങൾ ശൂന്യമാകും. അപ്പം അവരെല്ലാം വീട് പണിതെല്ലാം മിടുക്കന്മാരായിട്ട് അവർ താമസിക്കുന്ന ആൾക്കാർ. 2, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് നിങ്ങൾ പറയും. അന്നേരം പറയുന്നില്ല, നിങ്ങൾ ഇനി പറയും. ഇനി അതുവരെ നിങ്ങൾ എന്നെ കാണുകയില്ല. എത്ര പ്രഡിക്ഷൻസ് വന്നു? 1, നിങ്ങളുടെ ഭവനങ്ങൾ ശൂന്യമായി തീരും. ഭവനം ശൂന്യമായോ? AD 70 മുതൽ അവരുടെ മുഴുവൻ ഭവനങ്ങളും ശൂന്യമായി തീർന്നു. അവർക്കാർക്കും ഇസ്രായേൽ ദേശത്ത് താമസിക്കാൻ വയ്യാതായി. കംപ്ലീറ്റ് അവിടുന്ന് പോയി. ഇനി അടുത്തത് അങ്ങനെ സംഭവിച്ചു. ഇനി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയുന്നത് വരെ നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വരും. വരുന്നവൻ ആര്? ഞാനാണ്. ആ എന്നെ നിങ്ങൾ വാഴ്ത്തപ്പെട്ടവനെന്ന് അംഗീകരിക്കണം. അംഗീകരിക്കുന്നവരെ നിങ്ങൾ എന്നെ കാണത്തില്ല. അപ്പൊ അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾ എവിടെ ആയിരിക്കണം? ഇനി ശൂന്യമാകാൻ പോകുന്ന ദേശത്ത് നിങ്ങൾ തിരിച്ചു വരണം. നിങ്ങൾ തിരിച്ചു വന്നെങ്കിൽ മാത്രമേ ഈ കാര്യം സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് റിയാലിറ്റിയിലേക്ക് വരാൻ പോവാണ്. AD 70 അവർ മുഴുവൻ അവിടുന്ന് പോയി. 2000 years elapsed. 2000 വർഷത്തോളം കഴിഞ്ഞു. 2000 വർഷം കഴിഞ്ഞപ്പോൾ എന്തെന്നറിയാമോ? ഇനി ഇവർ ഇവിടെ തിരിച്ചു വരുമോ? ഇനിയും ഈ 2000 വർഷമായിട്ട് നടക്കാത്ത കാര്യം ഇനി നടക്കുമോ? നടക്കത്തില്ലെന്ന് പറഞ്ഞ മോശമില്ലേ? കർത്താവ് പറഞ്ഞില്ലയോ? അപ്പം നടന്നില്ലെങ്കിൽ നമുക്ക് മോശം, കർത്താവിന് മോശം. നമുക്കൊരു ഗുണമുണ്ട് കേട്ടോ. നമ്മൾ ഈ പല കാര്യങ്ങളും നടക്കുന്നില്ലെന്ന് കാണുമ്പോൾ നമ്മളൊരു ഉഡായിപ്പ് ന്യായം കണ്ടുപിടിച്ച് നമ്മൾ ദൈവത്തെ അങ്ങ് രക്ഷിക്കും. കർത്താവിനെ രക്ഷിക്കണ്ട നമുക്ക്.
നമ്മൾ രക്ഷിച്ചില്ലെങ്കിൽ കർത്താവിനെ ആര് രക്ഷിക്കും? അപ്പം നമ്മൾ കർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ വേദശാസ്ത്രജ്ഞന്മാരെല്ലാം കൂടെ ചില കാര്യം കണ്ടുപിടിച്ചു. പറഞ്ഞു, ഈ 2000 വർഷത്തിന് ശേഷം ഇവിടെ ഒരെണ്ണം തിരിച്ചു വരാൻ പോകുന്നില്ല. അപ്പൊ ഇനി പറഞ്ഞെങ്ങനെ നടക്കുന്നത്? അത് ആത്മീയമായി നിവർത്തിച്ചോളൂ എന്ന് പറഞ്ഞു. ഇറ്റ് ഹാസ് എ സ്പിരിച്വൽ ഫുൾഫിൽമെന്റ്, നോട്ട് ഫിസിക്കലി ദേ ആർ ഗോയിങ് ടു കം ബാക്ക്. ഫിസിക്കലായിട്ട് അവർ ഈ നാട്ടിൽ വരാൻ പോകുന്നില്ല. പിന്നെന്താ സംഭവിക്കത്തുള്ളൂ? സ്പിരിച്വലി സംഭവിച്ചേക്കാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അങ്ങനാന്നോ പറഞ്ഞത്? അങ്ങനല്ല പറഞ്ഞത്. സ്പിരിച്വലി എന്നല്ല പറഞ്ഞത്, ഫിസിക്കലി എന്നാണ് പറഞ്ഞത്. ഫിസിക്കലി എന്നാണ് പറഞ്ഞതെങ്കിൽ അവരെങ്ങനെ തിരിച്ചു വരണം? ഫിസിക്കലി തന്നെ തിരിച്ചു വരണം. ഫിസിക്കലി. ഓക്കെ. അപ്പം അത് സംഭവിച്ചോ? 1948 മെയ് മാസം 14 the nation Israel was officially declared. 1948, 14th of May, the nation Israel was officially declared. Officially declared ആയി എന്ന് പറയുമ്പോൾ അവരതിനു മുമ്പ് അവിടെ വന്നു. They came there before that. The nation Israel was reinstated. They were repatriated. അവരവിടെ വന്നിട്ട് അവർ വീണ്ടും അവർക്ക് സിറ്റിസൺഷിപ്പ് ഉണ്ടായി. അവരവിടുത്തെ പ്രജകളായി, നാട്ടുകാരായി, അവിടുത്തെ സിറ്റിസൺസ് ആയിട്ട് മാറി. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? കർത്താവിൻ്റെ നാമത്തിൽ യേശുക്രിസ്തു വരുമ്പോൾ താൻ വാഴ്ത്തപ്പെട്ടവനാണെന്ന് അവർ പറയണമെങ്കിൽ അവരവിടെ ഉണ്ടായിരിക്കണം, യഹൂദന്മാർ. നൗ മൈ ക്വസ്റ്റ്യൻ, അവരവിടെ ഉണ്ടോ? അവരിപ്പോഴവിടെ ഉണ്ട്. അവർ രാജ്യത്ത് അവർ വന്നു കഴിഞ്ഞു. എവിടെ വന്നു കഴിഞ്ഞു? യെരുശലേമിൽ വന്നു കഴിഞ്ഞു. They came back to the very city of Jerusalem. And where are they now? They are now living in the city of Jerusalem. Now living in the city of Jerusalem. When they came back in 1948 വന്നപ്പോൾ they got a large chunk of the land, but not the city of Jerusalem. അവർ 1948 വരുമ്പോൾ ഇസ്രായേൽ രാജ്യത്തിന്റെ ഒരു വലിയ ഭാഗം അവർ കിട്ടി. ഒരു വലിയ ഭാഗം അവർ കിട്ടി. പക്ഷെ യെരുശലേം നഗരം കിട്ടിയില്ല. യെരുശലേം നഗരം അവർക്ക് കൊടുക്കത്തില്ലെന്ന് അവരുടെ ചുറ്റുമുള്ള സകല ശത്രുക്കളും കൂടി അങ്ങ് വിചാരിച്ചു. ഇവന്മാർ യെരുശലേമിൽ കയറ്റത്തില്ല. എന്താ യെരുശലേമിൽ കയറ്റാത്തത്? നമ്മുടെ ഡോമോ കുറവൊക്കെ അവിടെ ഇരിക്കുക. അവിടുന്ന് നമ്മുടെ പ്രവാചകൻ മേപ്പോട്ട് പോയത്. അപ്പൊ അവിടെ യഹൂദൻ ഇനി കയറാൻ ഒക്കത്തില്ല, അടച്ചു കെട്ടിയിരിക്കുക. യഹൂദൻ അവിടെ കയറണോ കയറണ്ട എന്ന് ആരാ തീരുമാനിക്കേണ്ടത്? യഹൂദൻ അവിടെ കയറണോ കയറണ്ടായെന്ന് യഹൂദന് ആ നാട് വർഷങ്ങൾക്ക് മുൻപ്, അന്നേക്ക് 2000 വർഷം മുമ്പ് തീരെഴുതി കൊടുത്ത സ്വർഗസ്ഥനായ ദൈവമല്ലേ തീരുമാനിക്കേണ്ടത്? അതുകൊണ്ട് ദൈവം തീരുമാനിച്ചത് കൊണ്ട് എന്തെന്നറിയാമോ? ചുറ്റുമുള്ളവരുടെ എല്ലാം പറഞ്ഞു, എടാ കയറി അടിച്ചേക്കാൻ പറഞ്ഞു. കയറി ഒറ്റ അടിയം കെട്ടിച്ചു. പിന്നീട് അതിനാണ് 6 day വാർ എന്ന് പറയുന്നത്. ഈ 6 day വാറിലുള്ള ഗുണമെന്നറിയാമോ? 6 day വാറിന്റെ 3ാമത്തെ ദിവസം, after a gap of being away from the city of Jerusalem for 2000 years, 2000 വർഷം ആ നഗരത്തിൽ കാലുകുത്താൻ അവകാശം കിട്ടാതിരുന്ന യഹൂദൻ യെരുശലേമിന്റെ ഗേറ്റിൽ കൂടെ അകത്ത് കടന്നു. യെരുശലേം നഗരത്തിൽ. Now the question, did it fulfill? It fulfilled. They came back. അവർ തിരിച്ചു വന്നു. അപ്പൊ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെയും സംഭവിക്കുവാൻ തുടങ്ങിയത് കൊണ്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാകാമെന്ന്, വി ആർ ലിവിങ് ഇൻ സച്ച് എ പ്രൊഫറ്റിക് ടൈം, or I should say prophetical time. പ്രവചനങ്ങൾ
നിറവേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. In the past few months, we have witnessed the worst events in Jewish history since the Holocaust. ഹോളോകോസ്റ്റ് ഉണ്ടല്ലോ ജർമ്മനിയിലെ ഹോളോകോസ്റ്റിന് ശേഷം യഹൂദ ചരിത്രം സംഭവിച്ച ഏറ്റവും മോശമായ കാര്യങ്ങളാണ് കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇൻ അമേരിക്ക, on American campuses, then most of the larger majority of the young people are pro-Hamas, not Israel. ഇസ്രയേലിന് വിരോധമായി ലോകത്തിലെ സകല ജാതികളും കൂടി വരുമെന്നുള്ളത്, ഇസ്രയേലിന് വിരോധമായി ലോകത്തിലെ സകല ജാതികളും കൂടി വരുമെന്നുള്ള പ്രവചനത്തിന്റെ നിവർത്തീകരണമായിട്ട് ലോകത്തിലെ എല്ലാ മെഗാസിറ്റികളിലും വെസ്റ്റേൺ വേൾഡിൽ ഇസ്രയേലിന് വിരുദ്ധമായ ക്യാമ്പയിൻസ് ഉണ്ടായി കഴിഞ്ഞു. ബ്രിട്ടനില്, യൂറോപ്പ് മുഴുവൻ, അമേരിക്ക, അവിടെ മുഴുവൻ ഉണ്ടായി കഴിഞ്ഞു. ഇനിയും ലോക ജനസംഖ്യയിൽ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവരെ ഉപദ്രവിക്കുന്ന ഹമാസിനെയും അവരുടെ ശത്രുക്കളെയും സപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം കൂടുതലാണ്. നമുക്കറിയാം, ഒക്ടോബർ 7, 2023 ഇസ്രയേൽ നടന്നതായ ആക്രമണം. അന്ന് മുതൽ there has not been a day when Israel is not in the news or in the focus of the world news. Okay, ആ ദിവസം മുതൽ ഇപ്പം 13 മാസമായി അല്ലെ, ഈ 13 മാസമായിട്ട് ഇസ്രയേൽ വേൾഡ് ന്യൂസിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ വേൾഡ് ന്യൂസിൽ നിറഞ്ഞിരിക്കുമ്പോൾ ഈ ഓരോ ന്യൂസ് ഐറ്റം നമ്മൾ എടുത്തിട്ട്, ഓരോ ന്യൂസും, ഞാൻ ചില ന്യൂസ് ഐറ്റം സ്പെസിഫിക് പറയാനാണ് ഇന്നിവിടെ നിൽക്കുന്നത്, നിങ്ങളെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ഓരോ ന്യൂസ് ഐറ്റം എടുത്ത് നോക്കിയിട്ട് ഇതെങ്ങാനും പ്രവചനത്തിൽ പറഞ്ഞിട്ടുള്ളതാണോ അത് ചുമ്മാ സംഭവിച്ചതാണോ, ഇതെങ്ങാനും പ്രവചനത്തിൽ പറഞ്ഞതാണോ ചുമ്മാ സംഭവിച്ചതാണോ, അത് നമുക്കറിയേണ്ടത്. Well, my answer is yes. Every single event, ഒരു പക്ഷെങ്കിൽ പത്രക്കാർ വാർത്തയിട്ടു, ചാനലുകാർ വാർത്തയിട്ടു, സോഷ്യൽ മീഡിയക്കാരും വാർത്തയിട്ടു, രാഷ്ട്രീയക്കാർ വിളിച്ചും പറഞ്ഞു. ഇവരെത്ര പേര് മനസ്സിലാക്കിയത് എന്തുകൊണ്ടാണ് സംഭവിച്ചെന്ന് അവരിലൊരു ഭൂരിപക്ഷം ആളുകളും മനസ്സിലാക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്, അല്ലെ മനസ്സിലാക്കേണ്ടത്? ഒന്ന്, നമ്മുടെ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞത് സംഭവിച്ചു. രണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദൈവവചനത്തിന്റെ വിശ്വാസ്യത ഏറെയാണ്. മൂന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കർത്താവിന്റെ വരവിനോട് നമ്മൾ കുറെ കൂടെ അടുത്തു. അപ്പൊ അതുകൊണ്ട് so let us now look at the ancient prophecy. ഇനി നമ്മൾ ഏൻഷ്യൻ പ്രോഫസീസിലേക്ക് പോവുകയാണ്. പുരാതന പ്രവചനങ്ങളിലേക്ക് നമ്മൾ ഓടിച്ചെന്ന് പോകാൻ പോവുകയാണ്. കാര്യം അവിടെ തുടങ്ങണം. അവിടെ എങ്ങാനും പറഞ്ഞിട്ടുണ്ടോ, അവിടെ പറഞ്ഞതുപോലെ ആണോ ഇവിടെ നടക്കാൻ പോകുന്നത്? ഓക്കെ, നമ്മൾ ആദ്യം ഒന്ന് നോക്കാൻ പോകും. നിങ്ങൾ ഇപ്പം എനിക്ക് മുഴുവൻ വായിക്കാൻ പറ്റത്തില്ല, കുറച്ച് ഭാഗമൊക്കെ വായിക്കാം. യെഹെസ്കേൽ പ്രവചനം 38, 39 അധ്യായങ്ങൾ നിങ്ങൾ വീട്ടിൽ നല്ലതുപോലെ വായിക്കണം. 38, 39 അധ്യായങ്ങൾ നല്ലതുപോലെ വായിക്കാൻ നമുക്ക് കാണാൻ കഴിയുന്നത് the prophecies about the coming of an invasion of Israel. ഇസ്രയേലിനെ ഇൻവേഡ് ചെയ്യുന്നതിന് വേണ്ടി ഇതാ കുറെ ആളുകൾ വരുന്നു. ഇസ്രയേലിനെ ഇൻവേഡ് ചെയ്യുന്നതിന് വേണ്ടി കുറെ ആളുകൾ വരുന്നു. ഒരു അലയൻസിന്റെ ലിസ്റ്റ് നമുക്ക് അവിടെ കാണാം. നമുക്ക് ആദ്യം അലയൻസിന്റെ ലിസ്റ്റ് ഒന്ന് നോക്കാം. അത് 39 അധ്യായത്തിന്റെ, യെഹെസ്കേൽ പ്രവചനം 39 അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ആദ്യം നമ്മൾ വായിക്കണം. യെഹെസ്കേൽ പ്രവചനം 39 അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യങ്ങൾ. 1ഉം 2ഉം വാക്യങ്ങൾ. നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു,
റോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ ആറിലൊന്ന് ശേഷിപ്പിച്ച് നിന്നെ വടക്കേ അറ്റത്തു നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. മതി. റോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഇവൻ പറയാം, ഞാനതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഇന്നിവിടെ പറയത്തുള്ളൂ. കാരണം ഗോഗ് മാഗോഗ് യുദ്ധം എന്നൊരു വിഷയമുണ്ട്. ഒരു പക്ഷേ ദൈവം അനുവദിക്കുകയാണെങ്കിൽ, ദൈവത്തിന് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വരാൻ സമ്മതമാണെന്നുണ്ടെങ്കിൽ ഗോഗ് മാഗോഗ് യുദ്ധം വേറൊരു ക്ലാസ്സിലെടുക്കാം. ഇപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പറയണമെന്നുണ്ടെങ്കിൽ ഓരോ രാജ്യങ്ങളും ചുരുളഴിക്കണം. ഈ ഗോഗ് എന്ന് പറഞ്ഞ ആരാണ്, മാഗോഗ് ആരാണ്, മേശക് ആരാണ്, തൂബൽ ആരാണ്, ഗോമർ ആരാണ്, പൂത്ത് ആരാണ്, ദെൻ പാരാസ് ആരാണ്. ഇത്ര നമ്മൾ പൊരുതിരിക്കണമെന്ന് ഞാൻ പറയാൻ കാരണം, വ്യാപകമായ തെറ്റിദ്ധാരണകൾ ഈ രാജ്യങ്ങളെ പറ്റി ഒരുപാട് പഠിപ്പീരുകളിലും ഉണ്ട്. ഉദാഹരണം, റോഷ് എന്ന് പറഞ്ഞാൽ റഷ്യയാണെന്ന് വ്യാപകമായിട്ട് പ്രവചന വ്യാഖ്യാതാക്കളുടെ ഇടയിൽ ഒരു ധാരണയുണ്ട്. റോഷ് എന്നുള്ളത് റഷ്യയുടെ പഴയ പേരായിരുന്നാണ്. റോഷ് എന്നുള്ളത് റഷ്യയുടെ പഴയ പേരാണെന്നുണ്ടെങ്കിൽ ഞാനത് വിശ്വസിക്കാൻ എനിക്ക് വേണ്ടി ഒരു രേഖ വേണം. എന്തെന്നറിയാമോ? ഏൻഷ്യൻ റഷ്യൻ ഹിസ്റ്ററിയിൽ എവിടെങ്കിലും റഷ്യയുടെ പേര് റോഷ് എന്ന് എഴുതിയായിട്ടൊരു തെളിവ് തരണം. ഏൻഷ്യന്റ് റഷ്യൻ ഹിസ്റ്ററിയിൽ റഷ്യയുടെ പേര് റോഷ് എന്ന് എഴുതിയതായിട്ടൊരു തെളിവ് വേണം. ഇപ്പം ഞാൻ താമസിക്കുന്ന ഗ്രേറ്റ് ബ്രിട്ടന്റെ പേര്, ഇപ്പം ഗ്രേറ്റ് ബ്രിട്ടൻ എന്നാണ്. ഫുൾ പറയും നമ്മൾ UK എന്ന് പറയും. മുമ്പ് ഇതിന് ഇംഗ്ലണ്ട് എന്ന് പറയും. ഇപ്പോഴും ഇംഗ്ലണ്ടാണ്. പക്ഷെങ്കിൽ അതിനും മുമ്പ് ഈ രാജ്യത്തിൻ്റെ പേര് ഇവർ ആംഗ്ലോ സാക്സൺസ് എന്ന് പറഞ്ഞാൽ ആംഗ്ലോ സാക്സൺസ് ആയിരുന്നു ഇവരുടെ പേരെന്നും അത് പിന്നെ ഇംഗ്ലീഷ് ആയതാണെന്നും ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, അതിനെന്തോ തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രാജ്യത്തിൻ്റെ ഹിസ്റ്ററി ആദ്യം എഴുതിയ ജൂലിയസ് സീസർ അന്ന് ഈ രാജ്യത്തിൻ്റെ പേര് കൊടുത്തിരുന്നത് ബ്രൈത്തോൺസ് എന്നായിരുന്നു. അതിനുശേഷം ആംഗ്ലോ സാക്സൺ ഹിസ്റ്ററി എഴുതിയ ആദ്യത്തെ എഴുത്തുകാരനായ വെനറബിൾ BD ആംഗ്ലോ സാക്സൺസ് ആണ് ഈ രാജ്യത്ത് അന്ന് പേര് കൊടുത്തത്, ഇംഗ്ലണ്ട് എന്നല്ല. അപ്പോൾ ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ തെളിവുണ്ട് ഈ രാജ്യത്തിന് പേര് മുമ്പ് ഇംഗ്ലണ്ട് എന്നല്ലായിരുന്നെന്ന്. റഷ്യയുടെ പേര് റോഷ് എന്നായിരുന്നുവെന്ന് ഏതെങ്കിലും ഏൻഷ്യൻ ഹിസ്റ്ററിയുടെ എവിഡൻസ് ഉണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ എങ്ങനെ ഈ പറഞ്ഞത്? നമ്മളങ്ങ് കാച്ചുക. നമുക്ക് എന്താ കാച്ചാൻ പറ്റത്ത്? പിടിക്കുന്നിടത്ത് വെച്ച് നമ്മൾ കണ്ടിക്കും. ഞാൻ ആദ്യം നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്. ഈ മുമ്പ് പറഞ്ഞ പോലെ ഈ ഗോഗ് മാഗോഗ് യുദ്ധം എന്ന വിഷയം പിന്നീട് പറയാമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ചിലർ വിചാരിക്കുന്നത് റഷ്യയും ചൈനയും പിന്നെ ഇന്ത്യയും കൂടെ കേട്ടോ ആ കിഴക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഈ ഇസ്രയേലിനെ ആക്രമണം ഇങ്ങോട്ടിങ്ങി വരും. ഇസ്രയേൽ ദേശത്തോട്ടിങ്ങി വരും. ആര് വരും? റഷ്യ വരും, ചൈന വരും, ഇന്ത്യ വരും. എൻ്റെ കർത്താവേ, ഞാൻ അഡ്വാൻസ് ആയിട്ട് ഇങ്ങനെ പറയുകയാണ്. പിന്നെ സമയം പോലെ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ പറഞ്ഞുതരാമെന്ന് പറഞ്ഞല്ലോ. ഇങ്ങനൊരു കാര്യം ബൈബിളിൽ പറഞ്ഞിട്ടില്ല. റഷ്യ ഒരു കാലത്തും ഇസ്രയേലിനെ ആക്രമിക്കട്ടെ വരാൻ പോകുന്നുമില്ല, ചൈനയും വരാൻ പോകുന്നില്ല. ഇത് ഇവരെ ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിൽ ഒരു രാജ്യത്തെ ഞാനിപ്പോൾ സ്പെസിഫൈ ചെയ്യാൻ പോവാണ്. ആ രാജ്യത്തിൻ്റെ പേര് പാർസാസ് എന്നാണ്. PARSAS, പാർസാസ് എന്നൊരു കൂട്ടര് ഇസ്രയേലിനെ ആക്രമിക്കാൻ വരും. ശ്രദ്ധിച്ചോണം. പാർസാസ് ആക്രമിച്ച് അവരുടെ ആക്രമണം ഒരു സ്റ്റേജിലെത്തുമ്പോൾ, ഇപ്പൊ പാർസാസ് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു സ്റ്റേജിലെത്തിക്കഴിയുമ്പോൾ അവരോടുകൂടെ
ഗോഗും മാഗോഗും മേശേക്കും തൂബലും ഗോമറും പൂത്തും വരും. ഇത്തരം രാജ്യങ്ങൾ നമുക്ക് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഇന്നത്തെ ടോപ്പിക് തീരത്തില്ലെന്ന് മറ്റൊരു ക്ലാസ്സിലെടുക്കാവുന്നത്. അപ്പം എന്താണ് ലാസ്റ്റ് ഡേയ്സിൽ സംഭവിക്കാൻ പോകുന്നത്? In that time, there will be this gathering coming against Israel. ഇത്രയും പറഞ്ഞ കൂട്ടര് അന്ന് ഇസ്രായേലിനെതിരായിട്ട് വരും. ഇനി ഇവരെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഏത് പേരിലാണ് അവർ ഇന്ന് അറിയപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. അത് ടർക്കിയാണോ, സുഡാനാണോ, ലിബിയയാണോ, ഇനി വേറെ ഏതെങ്കിലും രാജ്യമാണോ? We have to look at it. Every single one of them has now turned against Israel. ശ്രദ്ധിച്ചോളാം, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ രാജ്യങ്ങൾ മുഴുവനും യെഹെസ്കേൽ ഇത് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ്. അന്ന് ശ്രദ്ധിച്ചു കേട്ടോ, അന്ന് ഈ രാജ്യങ്ങൾ ആരും ഇസ്രായേലിന്റെ ശത്രുക്കളല്ല. ഇന്ന് ഈ രാജ്യങ്ങൾ എല്ലാവരും ഇസ്രായേലിന്റെ ശത്രുക്കളാണ്. എല്ലാവരും ഇസ്രായേലിന്റെ ശത്രുക്കളാണ്. അതിൽ ഒരു രാജ്യത്തിന് മാത്രം സ്പെസിഫൈ ചെയ്യാൻ പറയാൻ കാര്യം, ആ രാജ്യത്തിൽ നിന്ന് നടക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഫുൾഫിൽ ആയിരിക്കുന്നു എന്നുള്ളതാണ്. അതേതാണ് രാജ്യം? ആ രാജ്യത്തിനെ അവരുടെ അറബിക് പേരിൽ, അവരുടെ ഹീബ്രു പേരിൽ പാർസാസ് എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. പാർസാസ് എന്ന്. ഇനി മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലിൻ്റെ കിഴക്കായിട്ട് 1500 മൈൽ ദൂരത്ത് ഇന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണത്. ഇറ്റ് ഇസ് സിറ്റുവേറ്റഡ് 1500 മൈൽസ് away towards the east of Israel, now in the Middle East. അറബിക്കിൽ ആ രാജ്യത്തിന് പാരീസ് എന്ന് പറയും, പാരീസ്. ഗ്രീക്കിൽ അതിനെ പെർസാസ് എന്നും ലാറ്റിൽ തന്നെ പേർഷ്യ എന്നും പറയുന്നത് ഇപ്പോൾ പേർഷ്യ എന്ന് പിന്നീട് അറിയപ്പെട്ട രാജ്യമാണ് പേർഷ്യ. സോ വാട്ട് ഈസ് ഇറ്റ് നൗ? ഈ പേർഷ്യ അന്ന് ഇറാനും ഇറാഖും ഒരുമിച്ചുള്ള കാലമാണ്. ഇറാനും ഇറാഖും ഒരുമിച്ചുള്ള കാലത്ത് ഇതിനെ പേർഷ്യ എന്ന് പറഞ്ഞിരുന്നത്. എസക്കിയേൽ അതിനെപ്പറ്റി എഴുതുമ്പം അന്ന് എസക്കിയേൽ എഴുതുന്ന കാലത്ത്, എസക്കിയേൽ എന്നാ എഴുതുന്നത്? എസക്കിയേൽ എഴുതുന്നത് ബാബേൽ പ്രവാസ കാലത്താണ്. ബാബേൽ പ്രവാസ കാലത്ത് ലെറ്റ്സ് ടേക്ക് അറൗണ്ട് ദി ഇയർ 540s എന്ന് പറഞ്ഞാൽ കുറെ കൂടെ ശരിയാണ്. എസക്കിയേൽ എഴുതുന്നത്, എസക്കിയേൽ അത് എഴുതുന്ന കാലത്ത് പേർഷ്യ എന്ന് പറയുന്നത് ഒരു വേൾഡ് എംപയർ അല്ല. പക്ഷെ അന്ന് എസക്കിയേൽ എഴുതുമ്പോൾ എസക്കിയേൽ പറയാണ്, അന്ത്യകാലമാകുമ്പോൾ പേർഷ്യ വിൽ ബിക്കം ആൻ എനിമി ഓഫ് ദി ജൂവിഷ് പീപ്പിൾ. യഹൂദന്മാരുടെ ഒരു ശത്രുവായി പേർഷ്യ തീരും. Then what happened? Persia existed as Persia for thousands of years. എത്രയോ വർഷങ്ങളായിട്ട് അത് പേർഷ്യ എന്ന പേരിൽ thousands of years നിലനിൽക്കുക. എന്ന് വരെ all the way up to 1930s, 1930 വരെ അതിൻ്റെ പേരെങ്ങനായിരുന്നു. Then it changed its name and called itself Iran. ഇറാൻ എന്ന പേരിലേക്ക് പേർഷ്യ നാമമാറ്റം വരുത്തുന്നത് 1930-കളിലാണ്. This nation had sought the extermination of the Jewish people through ഹാമാൻ. എനിക്കറിയാം, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഹാമാൻ എന്ന പേരിൽ ഒരു മനുഷ്യൻ ആ രാജ്യത്തിൻ്റെ ഉന്നത അധികാരത്തിൽ വന്നിട്ട്, അന്ന് പേർഷ്യ ആയിരിക്കുന്ന കാലത്ത്, ഇസ്രയേലിനെ നശിപ്പിക്കാൻ അയാൾ ശ്രമിച്ചു. ശ്രദ്ധിച്ചോണം, ഹിറ്റ്ലറും ഇതുപോലെ ഇസ്രയേലിനെ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരാളാണ്. എന്തുവാ ഇവർ തമ്മിലുള്ള താരതമ്യം? ഇവർ രണ്ടുപേരും, ഹിറ്റ്ലർ ആര്യവംശത്തിൽപ്പെട്ടവനായിരുന്നു. ഹിറ്റ്ലർ പറഞ്ഞു, വി ആർ ആര്യൻ ബ്ലഡ്
ധവളഹൂണന്മാർ, വൈറ്റ് ഹൂണാസ്, വി ആർ ദ സുപ്പീരിയർ മോസ്റ്റ് ബ്ലഡ് ഇൻ ദ വേൾഡ്, നമ്മൾ കഴിഞ്ഞിട്ട് യഹൂദനാകാവൂ എന്ന് പറഞ്ഞായിരുന്നു ഹിറ്റ്ലർ യഹൂദന്മാരെ നശിപ്പിക്കാൻ ശ്രമിച്ചത്. ഇനി ഈ ആര്യൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? വാട്ട് ഈസ് ദ ഒറിജിൻ ഓഫ് ദ വേർഡ് ആര്യൻ? ആര്യൻ മീൻസ് ഇറാനിയൻ ഓർ എ മാൻ ഫ്രം ഇറാൻ. അപ്പം ഹിറ്റ്ലറും ഹാമാനും തമ്മിലുള്ള ബന്ധം അവരൊരു വംശത്തിൽ നിന്നുണ്ടായവരാണ്. When Israel came back to the world, Iran was not an enemy of Israel. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, 1948 ഇസ്രയേല് തങ്ങളുടെ രാജ്യത്ത് തിരിച്ചു വരുമ്പോൾ ഇസ്രയേലിന് ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളും ഇസ്രയേലിനെ ആക്രമിക്കുന്ന കൂട്ടത്തിൽ ഇസ്രയേലിനെ ആക്രമിക്കാൻ സഹായം ചെയ്ത ഒരു രാജ്യമല്ല ഇറാൻ. ഇറാൻ വാസ് നോട്ട് അഗൻസ്റ്റ് ഇസ്രയേൽ, ഇറാൻ വാസ് ഇൻ ഫേവർ ഓഫ് ഇസ്രയേൽ. എങ്ങനെയാണ് ഇസ്രയേലിന് ഫേവർ ചെയ്തത്? ഇറാനാണെന്ന് ഇസ്രയേലിന് ഓയിൽ കൊടുത്തത്. ഇവരാരും ഓയിൽ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഇറ്റ് റെക്കഗ്നൈസ്ഡ് ഇസ്രയേൽ ആൻഡ് സപ്ലൈഡ് ഇറ്റ് വിത്ത് ഓയിൽ. കാരണം ഇസ്രയേലുമായിട്ട് ക്ലോസ് ടൈ ഉള്ള ഒരു രാജ്യമായിരുന്നു ഇറാൻ ടു സ്റ്റാർട്ട് വിത്ത്. എസ്പെഷ്യലി 6 Day വാർ കഴിഞ്ഞപ്പോഴാണ്, വാറോട് കൂടിയാണ് ഇവർ തമ്മിലുള്ള സഖ്യം കുറെ കൂടെ ശക്തമാക്കുന്നത്. ആക്ച്വലി they had military links and they worked together on missile projects. ഇസ്രയേലും ഇറാനും ഒരുമിച്ച് മിസൈൽ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുകയും മിലിറ്ററി ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ബട്ട് ദ പ്രൊഫസി സേസ്, ഇത് 1948 ശേഷമാണെങ്കിൽ പ്രൊഫസി പറയുന്നത് ഇൻ ദ ലാസ്റ്റ് ഡേയ്സ് ദ നേഷൻ ഇസ്രയേൽ വിൽ ബിക്കം ആൻ എനിമി ഓഫ് ഇസ്രയേൽ. അന്ത്യകാലത്ത് ഇസ്രയേലിനെതിരായിട്ട് ഈ ഇറാൻ വരുമെന്നാണ് 1979 സംഭവിച്ചു. നൗ ഇയർ മാർക്ക് ദ ഇയർ 1979, 1979. എന്താ 1979 പ്രത്യേകത? 1979 was the year of the Iranian Revolution. ഇറാനിയൻ റെവല്യൂഷൻ. ശ്രദ്ധിച്ചോണേ, 1979 ശേഷമുള്ള ഇറാനും 1979 മുമ്പുള്ള ഇറാനും തമ്മിലുള്ള വ്യത്യാസം എന്താ? 1979 മുമ്പുള്ള ഇറാൻ എന്ന് പറയുന്ന ഒരു ഷിയായിക്ക് കമ്മ്യൂണിറ്റിയാണ്. അവിടുത്തെ മുസ്ലിങ്ങൾ ഷിയാകളാണ്. എന്താ ഷിയായി കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത? ഷിയായുടെ പ്രത്യേകത, they were a different and another group of Islam which was against the larger scale Sunnis. അപ്പോൾ മിഡിൽ ഈസ്റ്റ് മുഴുവനും സുന്നികളും ഇവർ മാത്രം ഷിയാക്കളുമായതുകൊണ്ട് അവരും തമ്മിൽ സഖ്യതയില്ല, ശത്രുക്കളാണ്. അപ്പൊ ഇവർക്ക് മിത്രങ്ങളായി ഇറാൻ കണ്ടത് ഇസ്രയേലിനെയാണ്. പക്ഷെ 1979 എന്താ സംഭവിച്ചത്? 1979 ഇസ്ലാമിക് റെവല്യൂഷൻ ഉണ്ടാകുകയും this kingdom became an Islamic nation. An Islamic nation. When it became an Islamic nation, what happened? അവർക്ക് അതുവരെ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്തിരുന്ന അവരുടെ പ്രോ ഇസ്രയേലിയറായ ഷായിക്ക് തൻ്റെ രാജ്യം നഷ്ടമായി. He was overthrown. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ അയത്തുള്ള ഖുമൈനി എന്ന് പറഞ്ഞ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആ താടിമീശക്കാരൻ അപ്പൂപ്പൻ അവരുടെ ആത്മീയ സ്പിരിച്വൽ പ്രസിഡന്റ് ആയിട്ട് മാറി. When he became the spiritual president, according to the textbook that he believes, he cannot maintain friendship with Israel. I believe you follow me. ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകാൻ കഴിയാത്ത എന്തെങ്കിലും കടികെട്ട കാര്യങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഷാജി പാസ്റ്റർ കുറിക്കും, ഷാജി പാസ്റ്റർ മൂക്കൊക്കെ ചീറ്റുണ്ട്, എന്താണെന്ന് ഇയാൾ പറയുന്നൊക്കെ പറഞ്ഞു. ബാക്കി ആരും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, 1979 ഷിയ ഈ അയത്തുള്ള ഖുമൈനി വന്നപ്പോൾ ഖുമൈനി വിശ്വസിക്കുന്നതായ ഖുറാൻ അനുസരിച്ച് ഇസ്രയേലുമായിട്ട് ഒരുമിച്ച് പോകാൻ കഴിയത്തില്ല.
So what happens? There happened rift between them. എന്തുകൊണ്ടാണ് റിഫ്റ്റ് ഉണ്ടായത്? അത് ഖുമൈനിക്ക് അറിയത്തില്ല. പക്ഷെ ആർക്കറിയാം? വേദപുസ്തകം വായിക്കുന്ന ദൈവമക്കൾക്കറിയാം. എന്താ നമുക്കറിയാവുന്നത്? അന്ത്യകാലത്ത് ഇറാൻ ഇസ്രയേലിനെതിരായിട്ട് വരുമെന്നുള്ളത് പ്രവചനമാണ്. അപ്പം ഇറാൻ വാസ് ട്രാൻസ്ഫോംഡ്. അതുവരെ ആരായിരുന്നു? ഇസ്രയേലിന്റെ പക്ഷമായിരുന്നെങ്കിൽ ഇപ്പൊ ഇസ്രയേലിന്റെ ശത്രുവായി. റൈറ്റ് നൗ ഇപ്പം ഇസ്രയേൽ കൺസിഡേഴ്സ് ഇറാൻ ഇറ്റ്സ് ആർക്ക് എനിമി. ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബെഞ്ചമിൻ നെതന്യാഹു UN-ലും അതുപോലെ US പിന്നെ അവരുടെ മന്ത്രിസഭ ക്യാബിനറ്റ് അതിൽ നിന്ന് പ്രസംഗിച്ച പ്രസംഗത്തിൽ അവരുടെ ശത്രുവാണ് എന്ന് എടുത്തു പറഞ്ഞത് ഇറാനെ മാത്രമാണ്. Is that Iran is our enemy. Iran is an enemy to the world. Iran is a danger to the world. ഇറാൻ എന്ന് എടുത്തു പറഞ്ഞു. എന്തുകൊണ്ട് എടുത്തു പറഞ്ഞത്? പ്രവചന നിവർത്തീകരണമാണ്. All in line with the prophecy of Ezekiel. എന്തുകൊണ്ടാണ് ഇദ്ദേഹം അങ്ങനെ പറഞ്ഞത്? ബെഞ്ചമിൻ നെതന്യാഹു എന്തുകൊണ്ടാണ് ഇറാൻ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? ഓൺലി വൺ റീസൺ. യെഹെസ്കേൽ പ്രവചനം നിവർത്തിയാകണം. ബൈബിൾ പറയുന്നു, ഇൻ ദ ലാസ്റ്റ് ഡേയ്സ് ഇറാൻ വിൽ അറ്റാക്ക് ഇസ്രയേൽ. ഇൻ ദ ലാസ്റ്റ് ഡേയ്സ് ഇറാൻ വിൽ അറ്റാക്ക് ഇസ്രയേൽ. ഇൻ ദ ഇയർ 1980s, Iran has been secretly coming as Israeli using proxies to segregate Asians militia to attack Israel. 1980-ൽ ഇറാന് ഇസ്രയേലിനെ ആക്രമിക്കുന്നതിന് വേണ്ടി രഹസ്യമായി പ്രോക്സികളെ ഫോം ചെയ്യാൻ തുടങ്ങി. ആരൊക്കെയാണ് ഇറാന്റെ പ്രോക്സികൾ? തെക്കേ അറ്റത്തോട്ട് പോയാൽ ഹൂതികൾ, വടക്കോട്ട് വന്നാൽ ഹിസ്ബുള്ള. ഇനി മച്ച് ലേറ്റർ ഈ നമ്മളിപ്പോഴത്തെ ഹമാസ് എന്ന് പറഞ്ഞാൽ പിന്നെ മച്ച് ലേറ്റർ ഉണ്ടാകുന്നതാണ്. ഈ കൂട്ടരെല്ലാം ഇറാന്റെ പ്രോക്സികളാണ്. എന്തിനു വേണ്ടി? 1980 ശേഷം തുടങ്ങിയതാണ്. എന്തിന്? ഇസ്രയേലിനെ ആക്രമിക്കുന്നതിന് വേണ്ടി. എന്തുകൊണ്ടാണ് ഇസ്രയേലിനെ ആക്രമിക്കുന്നതിന് വേണ്ടി ഇറാൻ പ്രോക്സികളെ ഉണ്ടാക്കിയത്? ഒന്നാമത്തെ റീസൺ പ്രവചനം നിവൃത്തിയാകാൻ. രണ്ടാമത്തെ റീസൺ, അങ്ങനെയാണ് നേരിട്ട് ആക്രമിച്ചാൽ പോരായോ? പറ്റത്തില്ല. എന്തുകൊണ്ട്? നേരിട്ട് ആക്രമിക്കുന്നതിന് വേണ്ടി ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ഇറാനെതിരായിട്ട് ഒരു പ്രൊവോക്കേഷനും അതുവരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് ഇസ്രയേലിനെ ആക്രമിക്കുന്നതിന് വേണ്ടി ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ഇറാനെതിരായിട്ട് ഒരു പ്രൊവോക്കേഷനും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇറാൻ എന്ത് ചെയ്തു? പ്രോക്സികളെ ഇട്ടു പുറകെ കൂടെ പാരപണിയാൻ. ഇറ്റ് ഈസ് ഹെസ്ബുള്ള ഫയറിംഗ് മിസൈൽസ് റൈറ്റ് നൗ. അപ്പൊ ഇപ്പോഴോ നമ്മുടെ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹിസ്ബുള്ള ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഇങ്ങോട്ട് മിസൈൽ അയക്കാൻ. ഇനി ഹമാസിനെ ഉപയോഗിച്ചത് ഗാസയിൽ ആരാണ്? ഇറാനാണ്. ഇറ്റ് വാസ് ബിഹൈൻഡ് ദ ഹമാസ് അറ്റാക്ക് ഓൺ October 7th. ഈ October 7th ഇസ്രയേലിനെ ആക്രമിക്കുമ്പോൾ, ഇസ്രയേലിനെ ഹമാസ് ആക്രമിക്കുമ്പോൾ ഹമാസിന് ആയുധം കൊടുത്തത് ആരാ? മുഴുവൻ ആയുധം കൊടുത്ത ഇറാൻ. ഇന്നും ഹമാസിന് ആയുധം കൊടുക്കുന്ന ആരാണ്? ഇറാൻ. ഇതുവഴിയാണ് കൊടുക്കുന്നത്. അവരത് ഈജിപ്തിലെത്തിച്ച് ഈജിപ്തിൽ നിന്ന് ഭൂമിക്കടിയിൽ കൂടെ തുരങ്കം ഉണ്ടാക്കിയിട്ട് ആ തുരങ്കത്തിനകത്തോടെ ഇങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ തുരങ്കം ഇപ്പൊ ഇസ്രയേൽ കയറി പിടിച്ചെടുത്തുകൊണ്ട് ഈ പരിപാടി നടക്കുന്നില്ല. ഇറാൻ അതിന്റെ ഫണ്ടിങ്, ഇറാൻ അതിനെ എംപവർ ചെയ്തത്, ഇറാൻ അവരെ ട്രെയിൻ ചെയ്തത്. ഇനി ജനറൽ ഷിഹാദി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇവരുടെ മിലിറ്ററി ജനറൽ ആയപ്പോൾ ഷിഹാദി ആയിരുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും പ്രധാന മനുഷ്യൻ. He was the key person between Iran and Hamas. ഇറാനും ഹമാസിനും മധ്യത്തിൽ ഏറ്റവും പ്രധാനമായി പ്രവർത്തിച്ച മനുഷ്യനാണ് ജനറൽ ഷിഹാദി. Then let us have a look at what happened to this man. I'm coming in a minute. He was the key person between Iran and Hamas. People who are connected with Ayatollah Khomeini praised the Shahidi. ഈ ഷഹീദിയെ
അയത്തുള്ള ഖുമൈനിലെ ആളുകൾ പ്രശംസിച്ചുകൊണ്ടിരുന്നു. ഇസ്രയേൽ attacked the Iranian embassy annex in Syria on 1st April 2024. 2024 ഏപ്രിൽ മാസം 1-ാം തീയതി. അനിസാറെ ഓർക്കുന്നുണ്ടോ? അത് ഇറാനിന് പിന്നെ സിറിയക്കടുത്ത് ഡെമാസ്കസിനടുത്തുള്ളതായ സിറിയൻ എംബസിയെ ഇസ്രയേൽ പോയി ആക്രമിച്ചു. അനെക്സിനെ എന്തിനാക്രമിച്ചറിയാമോ? ഈ ജനറൽ ഷിഹാദി അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാ. എന്നിട്ട് എന്ത് ചെയ്തു? അവനെയും അവനോടുള്ള ഒരു കുഴുവാനെണ്ണത്തിനെയും ഒറ്റയടിക്കങ്ങ് തകർത്ത് ആ കെട്ടിടം പോലും ഇല്ലാതാക്കി. അതെല്ലാം നമ്മൾ വാർത്തയെ കണ്ടതാണ്. ഇത് കണ്ടു കഴിഞ്ഞ് വിവരം എന്തെന്ന് അറിയാമോ? അവർ പറഞ്ഞു, ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു. തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഏപ്രിൽ 13 ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അത്രയധികം മിസൈൽസും റോക്കറ്റും ഒറ്റയടിക്ക്, നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഒറ്റയടിക്ക് ഇസ്രയേലിനെ അടിക്കുക. ഒറ്റയടിക്ക് മിസൈൽസും റോക്കറ്റും ഒറ്റയടിക്കുക. ഈ അടിക്കുമെന്നുള്ളത് ബെഞ്ചമിൻ നെതന്യാഹുവിന് അറിയാമായിരുന്നു. പക്ഷെ ബെഞ്ചമിൻ നെതന്യാഹു ജനിച്ചിട്ട് എത്ര വർഷമേ ആയുള്ളൂ? ഇത്ര വർഷമായുള്ളൂ. ബെഞ്ചമിൻ നെതന്യാഹു ജനിക്കുന്നതിനും ഇസ്രയേൽ തിരിച്ചവിടെ വരുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് സ്വർഗസ്ഥനായ ദൈവത്തിന് അറിയാമായിരുന്നു ഇത് സംഭവിക്കുമെന്നുള്ളത്. അതുകൊണ്ട് 750 BC ശ്രദ്ധിച്ചോണം, ഇത് സംഭവിച്ചതെന്നാണ് 2024 ഏപ്രിൽ 13 2024 ഏപ്രിൽ 13 സംഭവിക്കുന്നു. ഈ സംഭവിക്കുന്നതിന് എത്രയോ വർഷം മുമ്പ്, എത്ര വർഷം മുമ്പ്? 750 BC സ്വർഗസ്ഥനായ ദൈവം നോക്കിക്കോണേ, ഇസ്രയേലിലെ ഒരു പ്രവാചകനായ മീഖായെ വിളിച്ചിട്ട് മീഖായോട് പറഞ്ഞു, മീഖായെ നീ എഴുത്. എന്തോ എഴുതാൻ? ഇത് സംഭവിക്കും. പക്ഷെ ഇത് സംഭവിച്ചാൽ ഇവന്റെ ഒരു മിസൈല് ഇതിനകത്ത് വീഴത്തില്ല. മനസ്സിലായോ? മീഖ എഴുതി. എവിടെ മീഖ എഴുതി വെച്ചത്? ബഹുബദറെ, മീഖ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് ബൈബിൾ എടുത്ത് നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ ശരിയാണോ നോക്കുന്നതിന് വേണ്ടി. മീഖ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. സിയോൻ പുത്രിയെ എഴുന്നേറ്റ് മെതിക്കുക. സിയോൻ ഇച്ചിരി പെട്രോൾ കൂടുതലാണ്. സ്ലോ. സിയോൻ പുത്രിയെ എഴുന്നേറ്റ് മെതിക്കുക എന്ന് പറഞ്ഞാൽ ആന കരിമ്പും കാട്ടി കയറിയ പോലെ ആയിരിക്കണം ഇനി നിന്റെ പരിപാടി. ബാക്കി പറ. ഞാൻ നിന്റെ കൊമ്പിനെ ഇരുമ്പും നിന്റെ കുളമ്പുകളെ താമ്രവും ആക്കും. മതി. ഞാൻ നിന്റെ കൊമ്പിനെ ഇരുമ്പാക്കും. കൊമ്പെന്ന് പറഞ്ഞാൽ നിന്റെ ഡിഫൻസ് സിസ്റ്റം. നിന്റെ ഡിഫൻസ് സിസ്റ്റത്തിനെ ഞാൻ എന്ത് വാക്കും? ഇരുമ്പാക്കുമെന്ന്. മനസ്സിലായോ? അയൺ ഡോം എന്ന സംഭവം കൊണ്ട് തങ്ങളുടെ എയർ സ്പേസ് മുഴുവൻ പ്രൊട്ടക്ട് ചെയ്യുന്ന അമേരിക്ക കഴിഞ്ഞാൽ പിന്നൊരു രാജ്യമുണ്ടെങ്കിൽ അത് ഇസ്രയേലാണ്. 2006 ഇസ്രയേലിന് മനസ്സിലായി ഞങ്ങളുടെ എയർ സ്പേസിൽ കൂടെ പണി വരാൻ പോകുന്നെന്ന്. അത് മനസ്സിലാക്കി ഇസ്രയേൽ എന്ത് ചെയ്തു? 2011 ആയപ്പോഴേക്ക് അവരുടെ എയർ സ്പേസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇഷ്ടംപോലെ ഈ പറഞ്ഞ അയൺ ഡോം, നല്ല ഗംഭീരമായ അയൺ ഡോമാണ് തയ്യാറാക്കി അവിടെ മുഴുവൻ വെച്ചു. അപ്പൊ സ്വർഗസ്ഥനായ ദൈവം തൻ്റെ പ്രവാചകനിൽ കൂടെ എഴുതി അറിയിച്ചു ഇങ്ങനെ ചെയ്യണമെന്ന്. ഇവന്മാരുടെ മിസൈൽ അറ്റാക്ക് അങ്ങോട്ട് കൂടിക്കൂടി വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇസ്രയേലിൻ്റെ കൂടെ ഫ്രണ്ടായിരുന്ന കാലത്ത് ഇസ്രയേൽ സയന്റിസ്റ്റിൽ നിന്ന് മിസൈൽ ഉണ്ടാക്കാൻ പഠിച്ചതായ ഇറാനിയൻസ്, നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ ഇപ്പോഴാണ് കിട്ടുന്നുണ്ടെങ്കിൽ എഴുതിയെടുത്തു. ആരാ ഇവരെ പഠിപ്പിച്ചു കൊടുത്തത്? ഇസ്രായേൽ സയന്റിസ്റ്റാ. അവർ പഠിപ്പിച്ചു കൊടുത്ത അതേ ടെക്നോളജി ഉപയോഗിച്ച് അവൻ്റെ മണ്ടക്കോട് ഇവൻ മിസൈൽ ഇടുമെന്നുള്ളത് സ്വർഗസ്ഥനായ ദൈവത്തിന് നൂറ്റാണ്ടുകൾക്കും അറിയാമായിരുന്നതുകൊണ്ട്
ഇവന്റെ മിസൈൽ വീഴാൻ തുടങ്ങിയപ്പം ഇസ്രയേൽ സയന്റിസ്റ്റ് എന്തെന്നറിയാമോ? പ്രവാചക പുസ്തകങ്ങളെടുത്ത് വായിച്ചു നോക്കി. പ്രവാചക പുസ്തകങ്ങളെടുത്ത് വായിച്ചു നോക്കി വരച്ചെഴുതിയിരിക്കുക എന്താ ഉണ്ടാക്കിക്കോളാൻ? ഇതാ നിന്റെ കൊമ്പ്, നിന്റെ ഡിഫൻസ് സിസ്റ്റം അയണാക്കി മാറ്റാൻ. ഡിഫൻസ് സിസ്റ്റം അയണാക്കി മാറ്റിയപ്പോഴാണ് അയൺ ഡോം ഉണ്ടായത്. അയൺ ഡോം ഉണ്ടായുള്ള ഗുണം എന്തുവാ? ഇതൊന്നും ഫലിച്ചില്ല. എന്താ ഫലിക്കാഞ്ഞത്? ഫലിക്കാഞ്ഞത് പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞു. എന്താ പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞത്? നിനക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. നമുക്ക് ഒരായുധം എന്നുള്ളതിൻ്റെ അവിടെ ഒരു ചെറിയ മാർക്ക് എടുത്തിട്ട് മേളിൽ എഴുതണം, ഒരു മിസൈലും ഒരു റോക്കറ്റും എന്ന്. നിനക്കെതിരായി വരുന്ന മിസൈലും ഫലിക്കത്തില്ല, പിന്നെ റോക്കറ്റും ഫലിക്കത്തില്ല. ആരൊക്കെ കൂടിയ ഇസ്രായേലിനെ ഡിഫെൻഡ് ചെയ്യുന്നറിയാമോ? അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജോർദാൻ. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജോർദാൻ, ഇത്രയും പേര് കൂടി 99% മിസൈൽസിനെയും നിഷ്പ്രഭമായി കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. ബാക്കി 1% എങ്ങാണ്ട് ചതിക്കുഴി ചെന്ന് എങ്ങാണ്ട് നൊന്നിനകത്ത് നിന്ന് വീണു, അവിടെ കിടന്ന് പോവുകയും ചെയ്തു, നനഞ്ഞ പടക്കമായി പോവുകയും ചെയ്തു. ഇസ്രയേൽ കെപ്റ്റ് ഇറ്റ്സ് റെസ്ട്രെയിൻറ്റ്. പക്ഷെ ഇസ്രയേൽ എന്തറിയാമോ? അതിന് പിന്നെ തിരിച്ചടിക്കാൻ പോയില്ല, എന്ത് ചെയ്തു? ജസ്റ്റ് ടെൽ ഇറാൻ ദാറ്റ് ദേ കുഡ് ഗെറ്റ് ടു ഇസ് ന്യൂക്ലിയർ സ്റ്റേഷൻ ക്വയറ്റ് ഈസിലി. നേരെ ഒരടി ഇറാനിന്റെ ന്യൂക്ലിയർ സ്റ്റേഷന്റെ അടുത്ത് വരെ കൊണ്ട് കൊടുത്തു. അതിനർത്ഥം എന്തെന്നറിയാമോ? എടാ, വേണമെന്നുണ്ടെങ്കിൽ ഇതാ നിന്റെ ന്യൂക്ലിയർ സ്റ്റേഷൻ ഒറ്റയടിക്ക് തീർത്താൽ നിന്റെ രാജ്യം തന്നെ തീർന്നു പോകും എന്ന് മനസ്സിലാക്കുമെന്ന് പറഞ്ഞ് ലൈൻ ക്രോസ് ചെയ്യാതെ ഒരു വാണിംഗ് കൊടുത്തു. The ancient prophecy of Ezekiel says, Iran will attack Israel in the last days. അന്ത്യനാളുകളിൽ ഇറാൻ വരും ഇസ്രയേലിനെ ആക്രമിക്കാൻ. ഇനി ചരിത്ര പ്രൊഫറ്റിക് ഹിസ്റ്ററിയിൽ ആദ്യമായി ചില മാസങ്ങൾക്ക് മുൻപ് ഇസേക്കിയേൽ 38 പറഞ്ഞതുപോലെ എന്താ ചെയ്തു? ആക്രമണം ഉണ്ടായി. Events that are never seen aligned with the prophecy so much in the last 2 months as ever in world history. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് പ്രൊഫറ്റിക് ഈവൻസ് ഫുൾഫിൽ ആകുന്ന കണ്ടാൽ ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഇത്രയും പ്രൊഫറ്റിക് ഈവൻസ് ഒരുപോലെ ഫുൾഫിൽ ആയിട്ടില്ല. Now let us look at the book of Daniel. നമുക്കൊരു കാര്യം ചെയ്യാം, ദാനിയേൽ പ്രവചനത്തിലൂടെ ഇച്ചിരി ഒന്ന് നോക്കാം. എന്നിട്ട് നമ്മൾ തിരിച്ചു വരും, ഈ ഭാഗത്തോട് നമ്മൾ തിരിച്ചു വരും. ദാനിയേൽ പ്രവചനം ഇച്ചിരി നമുക്ക് നോക്കാം. ഓക്കെ, ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ബാബുറന്ന് വായിച്ചാട്ടെ. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. പാർസി രാജാവായ കോരശിന്റെ 3-ാം ആണ്ടിൽ ബേൽഷസ്സർ എന്നു പേരുള്ള ദാനിയേലിന് ഒരു കാര്യം വെളിപ്പെട്ടു. ആ കാര്യം സത്യവും മഹാകഷ്ടമുള്ളതും ആയിരുന്നു. അവൻ ആ കാര്യം ചിന്തിച്ച് ദർശനത്തിന് ശ്രദ്ധ വെച്ച്, ആ കാലത്ത് ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചവട്ടം മുഴുവനും ദുഃഖിച്ചു കൊണ്ടിരുന്നു. 3 ആഴ്ചവട്ടം മുഴുവനും കഴിയുവോളം ഞാൻ സ്വാദുഭോജനം ഭക്ഷിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ല, എണ്ണ തേച്ചിട്ടുമില്ല. എന്നാൽ 1-ാം മാസം 24-ാം തീയതി ഞാൻ ഹിദ്ദേക്കൽ എന്ന നദി തീരത്ത് ഇരിക്കയിൽ തലപൊക്കി നോക്കിയപ്പോൾ ശണവസ്ത്രം ധരിച്ചും അരയ്ക്ക് ഊഫസ്തംഗം കൊണ്ടുള്ള കച്ച കെട്ടിയും ഇരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. മതി. അപ്പം ദാനിയേല് തൻ്റെ രാജ്യത്തിന് എന്ത് സംഭവിക്കുന്ന അറിയുന്നതിന് വേണ്ടി ദൈവസന്നിധിയിൽ ഉപവസിക്കുക. ഉപവാസം 3 ആഴ്ച അങ്ങ് പോയി, മറുപടി ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ടൈഗ്രീസ് നദിയുടെ തീരത്ത് ഒരു ശണവസ്ത്രം ധരിച്ച ഒരാളിനെ കണ്ടു. He says that I saw a man, but he knew that it was not a man. താൻ ഈ കണ്ട ആള് ഒരു മനുഷ്യനാണെന്നാണ് ദാനിയേൽ വിചാരിച്ചത്. പക്ഷെ മനുഷ്യനല്ലായിരുന്നു. 24-ാം തീയതി പറയാണ് കണ്ടു. ഈ മനുഷ്യൻ വന്നിട്ട് ദാനിയേലിനോട് പറഞ്ഞ കാര്യം
എത്രാമത്തെ വാക്യം മുതലേ നമുക്ക് വായിക്കേണ്ടത്? ദാനിയേൽ 10:12 മുതൽ 14 വരെ ഒന്ന് വായിച്ചാട്ടാണ്. 10:12-14. അവൻ എന്നോട് പറഞ്ഞത്, ഉം. ദാനിയേലെ, ഭയപ്പെടേണ്ട. നീ ഉം. തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന്റെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച് ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. ഉം. നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. ഉം. പാർസിക് രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മിഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. ഉം. അവനെ ഞാൻ പാർസി രാജാക്കന്മാരുടെ കൂടെ അവിടെ വിട്ടേച്ച് നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു. മതി. ദർശനം നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിക്കേണ്ടത് നിന്നെ ഇപ്പോൾ ഗ്രഹിപ്പിക്കേണ്ടതിന് ഞാൻ വന്നിരിക്കുന്നു. നിന്റെ ജനമാരാ? ഇസ്രായേൽ. അവർക്ക് ഭാവി കാലം എന്ന് പറഞ്ഞാൽ എൻ ടൈമിൽ എന്ത് സംഭവിക്കും അത് നീ എപ്പോൾ അറിയണം? ഇപ്പോൾ അറിയണം. ആ മെസ്സേജ് കൊണ്ട് ഞാൻ വരിക. ഈ മെസ്സേജ് കൊണ്ട് ഞാൻ വരുമ്പോൾ, ഞാൻ എന്ന് പറയുന്ന ആര്? ഗബ്രിയേൽ എന്ന ദൂതൻ പറയാ, ഞാൻ വരുമ്പോ എനിക്ക് നിന്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. എന്താ എനിക്ക് നിന്റെ അടുത്ത് വരാൻ പറ്റാത്തത്? വേറൊരു കക്ഷി എന്നെ തടഞ്ഞു. ഈ തടഞ്ഞ കക്ഷിയുടെ പേരാണ് സാർ മൽക്കൂത്ത് പാർസി. സാർ മൽക്കൂത്ത് പാർസി എന്ന് പറഞ്ഞാൽ അതങ്ങനെ ഹീബ്രുവില് പാഴ്സി രാജ്യത്തിന്റെ പ്രഭു. ആരാണ് പാഴ്സി രാജ്യത്തിന്റെ പ്രഭു? പാഴ്സ്യ പ്രഭു എന്ന് വേദപുസ്തകത്തിന്റെ പിക്ചോറൽ ലാംഗ്വേജിൽ പറഞ്ഞിരിക്കുന്നത് സാക്ഷാൽ സാത്താനെയാണ്. കേട്ടോണം. പാഴ്സി രാജ്യത്തിന്റെ പ്രഭു എന്നെ തടഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ മനസ്സിലായത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പേർഷ്യൻ രാജാക്കന്മാരെ അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന, അവരെ നിയന്ത്രിക്കുന്ന ഒരു ഡിമോണിക് ഫോഴ്സ് ഉണ്ട്. പേർഷ്യൻ രാജാക്കന്മാരെ, പേർഷ്യൻ ഭരണാധികാരികളെ, ഇപ്പോഴത്തെ ഇറാൻ ഭരണാധികാരിയെ നിയന്ത്രിക്കുന്ന അവൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിന്റെ പേരാണ് പാഴ്സി പ്രഭു എന്ന്. സാർ മൽക്കൂത്ത് പാർസി എന്ന് പറയുന്നത് പാർസി രാജ്യത്തിന്റെ പ്രഭു. ആരാണ് പാർസി രാജ്യത്തിന്റെ പ്രഭു? ഇപ്പോൾ ഇറാൻ എന്ന പേർഷ്യൻ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ആരൊക്കെയായാലും അവർ എണ്ണി ഇപ്പം ഞാൻ പറയാൻ പോകും ഓരോരുത്തരെയുമേ, അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തിയായ സാത്താനാണ് ഈ പാർശ്വപ്രഭു. ഈ പാർശ്വപ്രഭു എന്തോ ചെയ്തു? ഇദ്ദേഹത്തെ തടഞ്ഞു. ആരെ തടഞ്ഞു? ഗബ്രിയേലിനെ തടഞ്ഞു. എന്തിന് ഗബ്രിയേലിനെ തടഞ്ഞത്? ഗബ്രിയേലിനെ തടഞ്ഞതിന്റെ കാരണം ഗബ്രിയേൽ വന്ന് ദാനിയേലിനോട് ഇത് പറയരുത്. ഗബ്രിയേൽ വന്ന് ദാനിയേലിനോട് ഇത് പറഞ്ഞാൽ ദാനിയേൽ ഈ കാര്യം എന്ത് ചെയ്യും? ദാനിയേൽ ഈ കാര്യം ഇസ്രായേലിനോട് പറയും. ഇസ്രായേലിനോട് ദാനിയേൽ ഈ കാര്യം പറഞ്ഞാൽ ദൈവജനം ഈ കാര്യം അറിയാനിടയാകും. ദൈവജനം എന്ന് പറഞ്ഞാൽ ആരാണ്? ഇസ്രായേൽ മക്കൾ മാത്രമാണ് നമ്മളും അറിയാനിടയാകും. നമ്മളും അറിയാനിടയായാൽ പറ്റുന്ന അപകടം എന്താണ്? ശത്രു ആരാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. ശത്രു ആരാണെന്ന് തിരിച്ചറിയും. സാത്താന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? താൻ ആരാണ് എന്ന് ആരും അറിയരുത്. ഇന്നുവരെയും സാത്താൻ അവന്റെ സ്വന്തം പേരിൽ വന്നിട്ടില്ല. ഇന്ന് വരെ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ദിവസം പുള്ളി ആരായിട്ട് വന്നറിയാമോ? പുള്ളി പാമ്പായിട്ടാണ് വന്നത്, അല്ലയോ? ഞാൻ ദൈവത്തിൻ്റെ ശത്രുവായ സാത്താനാണ്. മുമ്പ് ഞാൻ ദൈവത്തിൻ്റെ ദൂതനായിരുന്നു, പിന്നെ സാത്താനായിട്ട് മാറി. ഞാൻ നിന്നോട് ഈ പഴം തീറ്റിക്കാൻ ഞാൻ വന്നതാണ്, അതുകൊണ്ട് നിന്നെ മുടിച്ചു കളയാം എന്ന് പോലെ അവ്വാമ്മച്ചോട് പറഞ്ഞില്ല. പിന്നെ ആരുടെ പേരിലാണ് വന്നത്? വേറൊരു പേരിൽ വന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു. അവൻ എൻ്റെ ശത്രു, അവൻ മറ്റൊരുത്തിൻ്റെ പേരിലേ വരത്തുള്ളൂ. ഇപ്പോഴും എടോ, ഞാൻ നിങ്ങളുടെ വല്യപ്പച്ചനില്ലയോ, ഞാനില്ലയോ, നിന്റെ മരിച്ചുപോയ മാമൻ, കെട്ടിഞ്ഞാന്ന് ചത്ത മാമൻ ഞാനാടാ എന്ന് പറയുമ്പോഴത്തേക്ക്, അയ്യോ കെട്ടിയാത്ത മാമനില്ലയോ വന്നിരിക്കുന്നു പറഞ്ഞ് ഇവിടെ ഭയങ്കര പൂജയും കാഴ്ചയെന്ന് തുടങ്ങും. ഇന്ന് വരെ ഈ പുള്ളി സ്വന്തം പേരിൽ വന്നിട്ടില്ല, സ്വന്തം പേരിൽ വരാൻ പറ്റില്ല.
പറ്റത്തില്ല. എന്തുകൊണ്ട്? അവൻ പോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. പോഷ്ക് പറയുന്നവരും പോഷ്കിന്റെ അപ്പനുമായി അവന് സ്വന്തം പേര് വരാൻ പറ്റത്തില്ല. ഇനി നമ്മൾ 2 ഫോഴ്സസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പോകണം. ഒന്ന്, ഗബ്രിയേൽ വന്നു. ഗബ്രിയേൽ വന്നപ്പോൾ ദൈവത്തിന്റെ മെസ്സേജ് കൊണ്ടുവരികയാണ്. ഈ മെസ്സേജ് എത്താതിരിക്കുന്ന വേണ്ടി ഗബ്രിയേലിനെ ആര് തടഞ്ഞു? പാർസി പ്രഭു തടഞ്ഞു. പാർസി പ്രഭു തടഞ്ഞപ്പോ എന്ത് ചെയ്തു? ദൈവത്തിന്റെ കമാൻഡിംഗ് ഇൻ ചീഫായ മീഖായേൽ വന്നിട്ട് പാർശ്യ പ്രഭുവിനോട് പോരാടി. ഇദ്ദേഹത്തെ റിലീസ് ചെയ്തു. ആരെ? ഗബ്രിയേലിനെ റിലീസ് ചെയ്തു. എന്തിന്? ഇവിടെ ഒന്ന് വിവരം അറിയിക്കാൻ. ഈ പോയിന്റ് മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ ഒരു പോയിന്റ് മുതൽ ശ്രദ്ധിച്ചോണം. Over the last all these thousands of years, all these hundreds of years of centuries, ഭൂമിയിൽ നടക്കുന്നത് ഈ 2 ഫോഴ്സസ് തമ്മിലുള്ള പോരാട്ടമാണ്. ഒരു ഫോഴ്സ് നമുക്ക് അനുകൂലമായി നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാരും അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ദൈവം അവരുടെ പിന്നിൽ അയച്ചിരിക്കുന്ന മീഖായേൽ എന്ന ദൈവത്തിന്റെ സർവ്വസൈന്യാധിപനും. അതാണ് പോസിറ്റീവ് ഫോഴ്സ്. നെഗറ്റീവ് ഫോഴ്സ് അതാത് കാലങ്ങളിൽ ദൈവജനത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന ചില രാജ്യങ്ങളും സാമ്രാജ്യങ്ങളും ഭരണാധികാരികളും ചക്രവർത്തിമാരും പ്രസിഡന്റുമാരും രാഷ്ട്രത്തലവന്മാരും അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന പേർഷ്യൻ പ്രഭു എന്ന് പറയുന്ന അന്ധകാരത്തിന്റെ ലോകാധിപതിയായ സാത്താന്റെ ശക്തി. ഇത് രണ്ടും തമ്മിലാണ് ഫൈറ്റ് എന്നുള്ള കാര്യം പറയാം. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് ഇവർക്ക് ഇറാന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഓരോ കാലത്ത് ഈ സാത്താൻ റിക്രൂട്ട് ചെയ്തിരുന്നതായ കക്ഷികളുണ്ട്. ഇനി ഇവിടെ ഏഞ്ചൽ ഓഫ് ഗോഡ് പറയാണ്, ഐ വാണ്ടഡ് ടു കം ഏർലി ബട്ട് ഐ എം ലേറ്റ്, ഐ എം സോറി. ദൂതൻ പറയാം, നേരത്തെ വരണമെന്ന് വിചാരിച്ചതാ, ലേറ്റ് ആയിപ്പോയി, സോറി. 21 ദിവസം ലേറ്റ് ആയി. എന്താ കാരണം? ഇങ്ങോട്ട് വന്നപ്പോൾ ട്രാഫിക് വല്ല സ്റ്റക്കായതാണോ? ട്രാഫിക് സ്റ്റക്കായതല്ല. there was no traffic jam. പിന്നെന്താ സംഭവിച്ചത്? ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടി അന്ധകാരത്തിന്റെ ശക്തികൾ അവിടെ പോരാടിയതാണ്. ഏഞ്ചൽ സേസ്, I was held by Zar Malkuth Peras. എന്നെ തടഞ്ഞു. എന്തിനു വേണ്ടി? ഞാനിവിടെ വന്ന് ദൂത് പറയാതിരിക്കാൻ. അത് ഡിമോണിക് എൻറ്റിറ്റി എന്ന് പറയുന്നത്. Why did he try to stop? എന്തിനാണ് അവൻ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചത്? ദാനിയേൽ റെവലേഷൻ കിട്ടാതിരിക്കുന്നത് പറയണം. I come to make you understand what is going to happen to your people Israel in the last days. അന്ത്യകാലത്ത് നിന്റെ ജനമായ ഇസ്രായേലിന് എന്ത് സംഭവിക്കണമെന്ന് വെളിപ്പെടുത്തുവാൻ ഞാൻ വന്നിരിക്കുക. ഇനി കൊട്ടോണേ, ഈ ദർശനം എന്താണെന്നൊന്നും ദാനിയേലിന് വേണ്ടി പിടികിട്ടിയില്ല. പക്ഷേ എൻ്റെ അർത്ഥം എന്താന്ന് പറഞ്ഞിട്ട്, എന്താ അർത്ഥം? ദ പ്രൊഫസി കൺസേണിങ് ജെറൂസലേം ആൻഡ് ദ ടെമ്പിൾ ദേ ആർ ഗോയിങ് ടു ബി റീബിൽഡിങ്. യെരുശലേമിനെ പറ്റിയും അവർ റീബിൽഡ് ചെയ്യാൻ പോകുന്ന ടെമ്പിളിനെ പറ്റിയിട്ടാണ് ദർശനം എന്ന് മനസ്സിലായി. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ലിങ്ക്ഡ് വിത്ത് ഡീറ്റെയിൽസ് ഇൻ ദ ബുക്ക് ഓഫ് എസീക്കിയൽ കൺസേണിങ് ദി ആന്റൈ ക്രൈസ്റ്റ്. ഇനി നോക്കിക്കോണേ, ഈ പ്രോഗ്രാമും എസെക്കിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആന്റൈ ക്രൈസ്റ്റിന്റെ പ്രവർത്തനവും തമ്മിൽ ലിങ്ക് ചെയ്ത് കണ്ടതാണ്. സോ this demonic entity is trying to prevent the end time prophecy from getting through. അപ്പോൾ end time prophecy ദൈവമക്കൾ അറിയാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാം ഉറങ്ങുക. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ റിലാക്സ് ചെയ്യാൻ പറയാൻ പോവാം. ഈ end time prophecies ദൈവമക്കൾ അറിയരുത്.
ദാനിയേൽ മാത്രമല്ല, ദൈവമക്കള് അറിയരുത്. അറിയാതിരിക്കാൻ എന്ത് ചെയ്യണം? അവരറിയാതിരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ഉപാധികൾ കൊടുക്കാം, അതെല്ലാം ഉപാധി കൊടുക്കുക. അതിൽ ആദ്യത്തെ ഉപാധി ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? ഇത്രേ ഉള്ളൂ. എടാ, കർത്താവ് എപ്പോഴെങ്കിലും വരട്ടെ. എപ്പോ നമ്മൾ പോയാൽ പോരെ? നിങ്ങൾ എന്തിനാ ഇതൊക്കെ പഠിക്കാൻ പോകുന്നത്? നീ നിന്റെ 3 നില കെട്ടിടത്തിനുള്ള പൈസ അമേരിക്ക പോയി കിട്ടുമോ എന്നുള്ളത് നോക്ക്. അതിനുള്ള 10 കൂട്ടം പ്രവചനങ്ങൾ പഠിക്കുക. അവിടെ പോയി അമേരിക്കക്കാരെ പ്രവചനം പറഞ്ഞാൻ കേൾപ്പിക്കണം. മോളെ, നിന്റെ 3 നില കെട്ടിടത്തിന്റെ പ്രോജക്റ്റ് ദൈവം കണ്ടിരിക്കുന്നു, ദൈവം അതിന്മേൽ കൈനീട്ടിയിരിക്കുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് 10 പൈസ കിട്ടും. നീ വെറുതെ കർത്താവ് വരാറായി, പ്രവചനങ്ങൾ ഫുൾഫിൽഡ് ആകുന്നത് പറഞ്ഞാൽ നിനക്ക് പൈസ കിട്ടത്തില്ല. മനസ്സിലായോ? ഇത് മനസ്സിലാക്കുന്നതിൽ നിന്ന് എങ്ങനെയൊക്കെ ആളുകളെ തിരിച്ചു കളയാം, അങ്ങനെയൊക്കെ ജനത്തെ സാത്താൻ തെറ്റിദ്ധരിപ്പിക്കുന്ന 2. ഇതൊന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചാലോ, അയ്യോ, എന്തെല്ലാം ഡിസ്റ്റർബൻസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. മാക്സിമം ഡിസ്റ്റർബൻസ് കൊണ്ട് ജനത്തിന്റെ ശ്രദ്ധ തെറ്റിച്ച് കളയുക. ഇതൊക്കെ സാത്താന്റെ പദ്ധതിയാണ്. മനസ്സിലാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന് ഇനി വീണ്ടും പറയാൻ പോവാണ്. The anti-Israeli demonic entity is now linked to a particular nation, that is Persia, that is Iran. ഒന്നുകൂടെ പറയാം. The anti-Israeli demonic entity, ഇസ്രയേലിനെതിരായിട്ടുള്ള ഡിമോണിക് എൻറ്റിറ്റി, പൈശാചികമായ എൻറ്റിറ്റി ഏതുമായിട്ട് ലിങ്ക്ഡ് ആണ്? ഇറാനുമായിട്ട് ലിങ്ക്ഡ് ആണ്, പേർഷ്യയുമായിട്ട് ലിങ്ക്ഡ് ആണ്. ഇനി ഒരു കാര്യം പറയാം. എത്രയോ വർഷങ്ങൾ I hope you follow me. നിങ്ങൾ ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. നിർബന്ധമാണ്. ബ്രദർ സുമിത്, I think you have learned a lot of Malayalam today. Very good. Yes. എത്രയോ വർഷങ്ങൾ സാത്താൻ നമ്മളെ പറ്റിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ പോവാം. കേട്ടോണം. നമ്മൾ റോമിലോട്ട് നോക്കി. അപ്പോൾ റോമിലോട്ട് നോക്കിയപ്പോൾ നമ്മൾ എന്താ കണ്ടു? മാർപ്പാപ്പയെ കണ്ടു. ഞാൻ നോക്കിയിരിക്കുമ്പോൾ മുഖഭാവം മാറി എന്ന് പറയും പോലെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ മാർപ്പാപ്പയുടെ മുഖഭാവം മാറുന്നു. മുടി താഴോട്ട് നീടുന്നു, സാരി ഉടുക്കുന്നു, കയ്യിലൊരു കള്ളുപാത്രം കിട്ടുന്നു, ഒരു മൃഗത്തിന്റെ മണ്ടയ്ക്ക് കയറിയിരിക്കുന്നു. ആര് നോക്കിയപ്പോൾ? ബന്ധുക്കോസുകാർ നോക്കിയപ്പോൾ പേര് മാറി, അന്തിക്രിസ്തു. ഐ ആം സോറി ടു സേ, ഒരുപക്ഷെ ഞാൻ അഹങ്കാരം പറയാണെന്ന് നിങ്ങൾക്ക് തോന്നും. പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ്. ഞാൻ താഴ്മയായിട്ട് പറയാൻ പോവാം. 2011 ഹല്ലേലൂയ പത്രത്തിന്റെ സഹായത്തോടുകൂടി ഒരു സീരീസ് ഓഫ് ആർട്ടിക്കിൾ മലയാളം വായനക്കാർക്ക് വേണ്ടി ആദ്യം എഴുതി കൊടുത്ത ഞാനാണെന്ന് വളരെ നിശ്ചയത്തോടെ ദൈവമുമ്പാകെ എനിക്ക് പറയാൻ കഴിയും. റോമിലെ മാർപ്പാപ്പ അല്ല ആന്റൈ ക്രൈസ്റ്റ് ആയിട്ട് വരുന്നത് ഞാൻ ഇപ്പം പറഞ്ഞ ഈ ദേശത്തു നിന്നാണ്. 2011 ഞാൻ എഴുതുമ്പം എന്നെ ചീത്ത വരുന്ന ഒറ്റ പെന്തക്കോസ്ത് പാസ്റ്റർ ലോകത്തില്ല, ഇൻക്ലൂഡിങ് എൻ്റെ അപ്പൻ വരെ, മൈ ഓൺ ഫാദർ. അപ്പം നമ്മൾ എന്ത് ചെയ്തു? അവർ അന്തിക്രിസ്തുവാന്ന് പറഞ്ഞ് റോമൻ കത്തോലിക്കക്കാരെ വെറുപ്പോടെ കാണുകയും നമ്മളെ പാരവെക്കാൻ ശ്രമിക്കുന്ന ഈ കൂട്ടരുണ്ടല്ലോ, ഞാനിപ്പം പറഞ്ഞേ, ഈ കൂട്ടർക്ക് ലോകം മുഴുവൻ നമ്മൾ രാഷ്ട്രീയ അഭയം കൊടുത്തവരെ വളർത്തുകയും ചെയ്ത് നമ്മുടെ നെഞ്ചത്ത് കയറ്റി വളർത്തി. ഡു യു അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്? അമേരിക്കൻ ഐക്യനാടുകൾ മുഴുവനും, യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവനും, ബ്രിട്ടൻ മുഴുവനും ദൈവത്തിന്റെ ശത്രുക്കളായ, ഇസ്രയേലിന്റെ ശത്രുക്കളായ ഈ ഫോഴ്സിനെ വളർത്തി ദൈവമക്കളെ മുച്ചൂടും പഠിപ്പിക്കാൻ ഇവരെ വളർത്തിക്കൊണ്ടുവന്നത് ആരാ? പ്രൊട്ടസ്റ്റന്റ് യൂറോപ്യൻ ക്രിസ്ത്യൻ വേൾഡ്. പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ വേൾഡ്. എന്തുകൊണ്ട്? വിശുദ്ധ വേദപുസ്തകം കണ്ണു തുറന്ന് വായിക്കാൻ മനസ്സില്ലാതെ ഏതോ ഒരു മണ്ടൻ ഒരു കാലത്ത് പറഞ്ഞ, ഏതവനാന്ന് എനിക്കറിയത്തില്ല, പറഞ്ഞ പ്രവചനം കേട്ടുകൊണ്ട് റോമിൽ നിന്ന് മാർപ്പാപ്പ അന്തിക്രിസ്തുവായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു.
അങ്ങോട്ട് നോക്കിയിരിക്കുക. പക്ഷെ റിയൽ ആൻറ്റൈ ക്രൈസ്റ്റും അവൻ്റെ ആൾക്കാരും അവർ നമ്മുടെ മടിയിലിരുന്ന്, നമ്മുടെ കഴുത്തേലിരുന്ന്, നമ്മുടെ ചെവി നിന്നുകൊണ്ടിരിക്കുക. നമ്മൾ അറിഞ്ഞില്ല. ഇപ്പം അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. കർത്താവ് വേഗം വരാൻ പ്രാർത്ഥിക്കും. കർത്താവ് വന്ന് നമ്മൾ മേളിൽ പോവുകയല്ലാതെ, നമ്മൾ കഴുത്തേ കെട്ടി വെച്ച ഈ സാധനം ഉണ്ടല്ലോ, ഇതിന് ഒരു ഇഞ്ച് നമുക്ക് തൊടാൻ പറ്റത്തില്ല. ഇന്നലെ ഇംഗ്ലണ്ട് പാസ്സായ ചില നിയമങ്ങളുണ്ട്. എന്തെന്നറിയാമോ? ഇസ്ലാമിനെതിരായിട്ട് ഒറ്റ വാക്ക് സംസാരിച്ചു പോകരുത്. ഡോണ്ട് സ്പീക്ക് എ വേർഡ് എഗൻസ്റ്റ് ഇസ്ലാം. അവരെന്ത് ചെയ്താലും, എന്ത് പ്രവർത്തിച്ചാലും, എന്ത് കാണിച്ചാലും, എന്താ അവർ കാണിച്ചത്? എന്തുവാ? 3.5 ലക്ഷം 11ഉം 15ഉം വയസ്സുള്ള ബ്രിട്ടീഷ് പെൺപിള്ളാരെ ഗാങ് റേപ്പ് ചെയ്ത് നശിപ്പിച്ച് ഈ ലുണാറ്റിക് അസൈലം പ്രാന്താശുപത്രിയിലാക്കി. ആര്? അതിനുവേണ്ടി ട്രെയിൻ ചെയ്ത പാകിസ്ഥാനിൽ നിന്ന് അയച്ച ഒരു ഗ്രൂപ്പ്. മിണ്ടിപ്പോകരുത് അവർക്കെതിരായിട്ട്. മിണ്ടിപ്പോയാൽ എന്ത് ചെയ്യും? പുതിയ നിയമം വന്നു. അതിന് പേര് ഇസ്ലാമോഫോബിയ എന്ന ലോ വന്നു. ഇസ്ലാമിനെതിരെ സംസാരിച്ചു നിന്നെ അറസ്റ്റ് ചെയ്ത് അകത്താക്കും എന്ന് പറഞ്ഞാൽ അവൻ നിന്നെ കൊന്നുകൊണ്ടിരിക്കും, നീ മിണ്ടാതിരുന്നോണം. ആരായത് കൊണ്ടുവന്നത്? ആരാണ് അന്ധകാര ശക്തി എന്ന് ദൈവമക്കൾ മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കി കുഞ്ഞുങ്ങൾക്ക് തിരിച്ചറിവ് കൊടുത്ത, രാഷ്ട്രീയ ബോധം ഭരിക്കുന്നവർ കൊടുത്ത, ഇത് ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് ദൈവസഭകൾ ലോകമാസകനം നമ്മുടെ കേരളത്തിൽ വരെ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കത്തോലിക്ക പുരോഹിതനെ വരെ വിളിച്ചിറക്കി അയാളുടെ നെഞ്ചത്തൂടെ ബൈക്ക് കയറ്റാൻ അവസരം ഉണ്ടാക്കിയത് ആരാണ്? ഞാൻ ഇച്ചിരി ഇമോഷണൽ ആയിപ്പോയി, എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോവാം. അപ്പോൾ ഡിമോണിക് സ്പിരിറ്റ് എന്താണ്? ആ ഡിമോണിക് സ്പിരിറ്റ് തൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇറാൻ ഇസ്രയേലിന് എതിരായിട്ട് നിൽക്കുന്നത്. ഇനി when Israel comes back to the world stage, this force doesn't die. ഇനി നോക്കിക്കോണേ, വേൾഡ് സ്റ്റേജിലേക്ക് ഇസ്രയേൽ വരുമ്പോൾ ഈ ഫോഴ്സ് ഇല്ലാതാകുന്നില്ല. എന്തുകൊണ്ട്? Because it is a spirit and hence it can't die. This spirit is against the purpose of God for Israel in the last days. ഇസ്രയേലിന് ലാസ്റ്റ് ഡേയ്സിൽ എന്ത് ചെയ്യണമെന്ന് ദൈവം വിചാരിച്ചിരിക്കുന്നു, ആ കാര്യങ്ങളെ തടയുക എന്നുള്ളതാണ് ഈ ഫോഴ്സിന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഇറാൻ എന്ന രാജ്യം നോർമൽ അല്ലാത്തത്. അതുകൊണ്ടാണ് അവർ ടെററിസ്റ്റിനെ സ്പോൺസർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ ഹമാസിനെ അനുകൂലിക്കുന്നത്. അതുകൊണ്ടാണ് ഒക്ടോബർ 7 ആക്രമണത്തിന് അവർ കൂട്ടുനിന്നത്. അതുകൊണ്ടാണ് ഇസ്രയേലിനെ നശിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇറാൻ എപ്പോഴും ന്യൂക്ലിയർ പവർ ഡെവലപ്പ് ചെയ്യണം. എന്തിനു വേണ്ടി? ന്യൂക്ലിയർ പവർ ഡെവലപ്പ് ചെയ്താൽ, ആർ യു ലിസണിങ് ടു മീ, ഇസ്രയേലിനെ മാത്രമല്ല ലോകത്തെ മുഴുവൻ നശിപ്പിക്കാം. അപ്പം അടുത്തൊരു ചോദ്യം, എന്താണ് സാത്താന്റെ പർപ്പസ്? മോഷ്ടിക്കുവാനും അറക്കുവാനും മുടിക്കാനും അല്ലാതെ ദുഷ്ടൻ വരുന്നില്ല. ന്യൂക്ലിയർ പവർ ഇറാന് കിട്ടണമെന്ന് പറയുമ്പോൾ ഇറാന്റെ ഉദ്ദേശം എന്തുവാ? മോഷ്ടിക്കുക, അറക്കുക, മുടിക്കുക. അത് മാത്രമാണ് അതിനാ അവർ വരുന്നത്. എന്തോ അപ്പം ഇറ്റ് വാണ്ട്സ് ടു ഡിസ്ട്രോയ് ഇസ്രായേൽ. ഇസ്രായേലിനെ നശിപ്പിച്ചുകൊണ്ട് തീരുമോ? ഇല്ല. ലോകം മുഴുവൻ നശിപ്പിക്കണം. അവർക്ക് ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യണം. ഇനിയും they can't because they can control demonic spirit with diplomacy. ഇനി വേറൊരു കാര്യം, ലോകത്തിൽ അമേരിക്കയെ അവരെ നിയന്ത്രിക്കാൻ പറ്റുമോ? മറ്റാർക്കും നിയന്ത്രിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട്? ഡിപ്ലോമസി കൊണ്ട് ഡിമോണിക് സ്പിരിറ്റിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. So as demonic spirit seeks to possess and control, Iran seeks to control much of Iraq,
ലെബനോൻ, യമൻ, ഗാസ, ലെബനോൺ. ശ്രദ്ധിക്കണം, ലെബനോൻ, യമൻ, ഗാസ, ഇറാഖ് ആൻഡ് ബിയോണ്ട്. ഈ ദേശങ്ങൾ മുഴുവൻ തങ്ങളുടെ സ്വാതന്ത്ര്യത്താക്കണമെന്നാണ് ആരാഗ്രഹിക്കുന്നത്? ഇറാൻ ആഗ്രഹിക്കുന്നത്. ഇനി ദ ഇറാനിയൻ ജനറൽ മുഹമ്മദ് റിസ സഹേദി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, അല്ലെ ഇസ്രായേൽ തട്ടിക്കളും, ഞാൻ ഡീറ്റെയിൽസ് പറയാൻ പോകണം കേട്ടോ. മുഹമ്മദ് റിസ സഹേദി എന്ന് പറഞ്ഞ ജനറൽ. ഇയാൾ ജനറൽ ആകുന്നതിന് മുമ്പ് മിഡിൽ ഈസ്റ്റ് കേന്ദ്രമാക്കി ഇസ്രയേലിനെതിരായിട്ടുള്ള ശക്തികളെ സ്വരൂപിക്കുന്ന ജോലിയായിരുന്നു. ഹി വാസ് എ വെസൽ ഇൻ ദ ഹാൻഡ് ഓഫ് സാർ പാർസാസ്. പാർസി പ്രഭുവിന്റെ കയ്യില് ഒരായുധമായിരുന്നു ഞാൻ ഈ പറഞ്ഞ റിസ സഹേദി എന്ന് പറഞ്ഞ മനുഷ്യൻ. അപ്പം ഈ സാർ എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം പ്രഭു എന്നോർത്തോണം. പാർസി പ്രഭു ആയിരുന്നു ഇയാള്. എന്താ, when he was struck down, Iran went crazy and sent 300 missiles over Israel. ഇവനെ ഇസ്രയേൽ തട്ടിക്കളഞ്ഞപ്പോഴാണ് ഇറാൻ 300 മിസൈൽസ് അയച്ചത് ഇസ്രയേൽ നശിപ്പിക്കാൻ. And there was another agent of this. His name was ഇബ്രാഹിം റൈസി. നിങ്ങൾ ഇച്ചിരി ലേറ്റ് ആയി പോകുമെന്ന് എനിക്കറിയാം, പക്ഷേ ഞാനിപ്പം നിർത്താം. ടോപ്പിക്സ് തീരുന്നതിന് മുമ്പേ നിർത്താം, കാര്യം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസറിന് വേണമെങ്കിൽ സമയം തരുന്നുണ്ട്. ടോപ്പിക് ഞാൻ വേറെ ദിവസം തീർക്കാം. ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾ കേട്ടോണം, കേൾക്കാതെ പോകരുത്. ഇബ്രാഹിം റൈസി എന്നൊരു മനുഷ്യൻ. ഇബ്രാഹിം റൈസി ആരായിരുന്നു? ഇബ്രാഹിം റൈസി ആയിരുന്നു ഇറാന്റെ പ്രസിഡന്റ്, അല്ലേ? ഫോർമർ പ്രസിഡന്റ്, ഇപ്പോഴത്തെ അല്ല, ഫോർമർ പ്രസിഡന്റ് ആയിരുന്നു. ഇയാള് ഇരുട്ടിന്റെ ശക്തിയുടെ വക്താവായിരുന്നു. സ്വന്തം രാജ്യത്തെ ആളുകളെ പേടിയായിരുന്നു. ഇയാൾ അടുത്ത അയത്തുള്ള ഖുമൈനി, അയത്തുള്ള ആകുന്ന ആൾക്കാർ വിചാരിച്ചിരുന്നു. കണ്ടോ, ഇയാളാണ് ഈ ഹമാസിനെ എംപവർ ചെയ്തത്. ഇയാള്, അയാളുടെ പേര് ഹീബ്രുവിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഇയാള് പാർസി പ്രഭുവാണ്. കാരണം ഇബ്രാഹിം എന്നുള്ള വേർഡ് തന്നെ അബ്രഹാമിൽ നിന്ന് വരുന്നതാണ്. ജൂവിഷ് ഒറിജിനാണ് അയാൾ. ഇൻ ദ എൻഡ് ഹി വാസ് എനിമി ഓഫ് ദ ജൂവിഷ് പീപ്പിൾ. യഹൂദന്മാരുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ഇബ്രാഹിം റൈസി. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണേ. അപ്പം he was named after one with whom God made a covenant. ദൈവം തൻ്റെ കൽപ്പന കൊടുത്ത ആദ്യത്തെ മനുഷ്യന്റെ പേര് അബ്രഹാം. അബ്രഹാമിന്റെ പേര് ഇവനെടുത്തിരിക്കുന്നത്. There is an iron law of history connected with Israel. ഇസ്രയേലുമായിട്ട് കണക്ട് ചെയ്ത ഹിസ്റ്ററിയിൽ ഒരു അയൺ ലോ ഉണ്ടെന്നറിയാമോ? Any nation that curses Israel will be cursed. ഇസ്രയേലിനെ ആര് ശപിച്ചാലും ദൈവം അവനെ ശപിക്കും. ആരോട് പറഞ്ഞതാ? അബ്രഹാമിനോട് പറഞ്ഞതാണ്. ഇനി ഈ 4000 years of covenant, 4000 വർഷം മുമ്പ് ദൈവം കൊടുത്ത ഈ കവനന്റ് ദൈവം ഇന്നുവരെയും മറന്നിട്ടില്ല. ഇസ്രയേലിനെ ഏതവനൊക്കെ ശപിച്ചിട്ടുണ്ടോ അവൻ മുടിഞ്ഞ് മുണ്ടക്കോല് വെക്കുക അല്ലാതെ അവൻ ആയിസി ഗുണം പിടിച്ചിട്ടില്ല. എൻ്റെ എത്രയോ ആർട്ടിക്കിൾസിലും ക്ലാസ്സുകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഹീത്രോ എയർപോർട്ടിൽ നല്ല ഒരു ജോലി ചെയ്യുന്ന കാലത്ത് എൻ്റെ സ്റ്റാഫിൽ ഒരുപാട് പേരും പാകിസ്ഥാനികളാണ്. അപ്പോൾ ഇസ്രയേലികൾ വരുന്നത്, പാസഞ്ചേഴ്സിന് കൂട്ടമായിട്ട് വരുന്നത് 10-30 പേർ ഒരുമിച്ചാണ് വരുന്നത്. ഇവരെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഈ പാകിസ്ഥാനി പുറമോട്ട് തിരിഞ്ഞ് നിങ്ങൾ പ്രാകുക. അവൻ്റെ ഭാഷയല്ല, അവൻ്റെ എന്തോ ഉറുദു ആയിരുന്നു, നിങ്ങൾ പ്രാകുക. ഞാൻ ചേട്ടാ നീ എന്താ പറയുന്നത്? ഐ എം കേഴ്സിംഗ് ദ ജ്യൂ. പ്രാഗി ഇവൻ എവിടെ എത്തി? നിങ്ങൾ പറ. ഇസ്രയേൽ 1947 അവരും ഫോം ചെയ്യപ്പെടുന്നത് അല്ലേ? പാകിസ്ഥാനുണ്ടോ? എന്നിട്ട് അവൻ എവിടെ എത്തി? ഇസ്രയേൽ എവിടെ എത്തി? ചിലരോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല.
ഇവിടെ നോക്കിക്കോണേ. ഞാൻ ഇപ്പം പറഞ്ഞ ഇബ്രാഹിം റൈസിയെ പറ്റി നിങ്ങളോട് പറയാൻ പോവാം. ഇവന് ഇറാന്റെ സെക്കുലർ വേൾഡ് ലീഡറാണ്. ഈ ഇറാൻ ആസ് വെൽ ആസ് റൈസി വെർ ഹേറ്റേഴ്സ് ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ ഹേറ്റേഴ്സ് ആണ്. ദൈവം പറഞ്ഞു, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും, നിന്നെ തൊടുന്നവൻ എൻ്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നു. ഇസ്രായേൽ റൈസിയാണ് ചരിത്രത്തിൽ ഇറാനെ ഇസ്രായേലിനെതിരായി യുദ്ധത്തിനിറക്കിയ ആദ്യത്തെ മനുഷ്യൻ. ഇറാന് ഇസ്രായേലിനെതിരായി യുദ്ധത്തിന് ഇറാനിനെ ഇറക്കിയപ്പോൾ ഇവൻ മനസ്സിലാക്കിയില്ല, 4000 വർഷം മുമ്പ് സ്വർഗസ്ഥനായ ദൈവം എഴുതി വച്ചിട്ടുണ്ട്, എൻ്റെ ജനത്തെ തൊടുന്നവൻ എൻ്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നുവെന്ന്. നോക്കിക്കോണേ, 1 മാസം കഴിഞ്ഞപ്പോ, ഞാൻ ഇനി ഇവന്റ് പറയാൻ പോവാ, 19 മെയ് 2024 2024 മെയ് മാസം 24-ാം തീയതി ഇവന്റെ കട പൂട്ടി. ചൈനീസ് സിസ്റ്ററെ, ഇങ്ങനെ ഉറങ്ങിയ അങ്ങനെ നമുക്ക് 10 കൂട്ടം കാര്യങ്ങൾ ഓടിക്കണ്ടല്ലോ. പച്ചവെള്ളമൊക്കെ എടുത്ത് തീർത്ത് വെക്കാം. ഓക്കെ, എന്ന് 2024 മെയ് മാസം 19-ാം തീയതി. ആ ഡേറ്റ് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആരുടെ? ഇബ്രാഹിം റയീസിയുടെ കട പൂട്ടി. എങ്ങനെയാ കട പൂട്ടിയത്? അവന്റെ ഹെലികോപ്റ്റർ പൊട്ടി അവൻ താഴോട്ട് വീണാണ് അവന്റെ കട പൂട്ടി. ഈ ഒറ്റ സംഭവം കൂടെ പറഞ്ഞ് നിർത്താൻ പോകട്ടോ. താഴോട്ട് വീണ് അവന്റെ കട പൂട്ടിയത്. കാരണം he wanted to bring death and destruction into Israel. ഇസ്രായേലിനെ നശിപ്പിക്കണം, അതവന്റെ ആഗ്രഹം. പക്ഷെ നശിച്ചത് അവനാ. He sought to kill Israel through missiles sent from above. നോക്കി, ആകാശത്തു നിന്ന് മിസൈല് ഇസ്രായേലിനെ മണ്ടക്കോട്ടിട്ട് ഇസ്രായേലിനെ നശിപ്പിക്കാമെന്ന ഇവൻ വിചാരിച്ചത്. പക്ഷെ ഇതേ ആകാശത്തു നിന്നാണ് ഇവന്റെ മണ്ടയ്ക്ക് നാശം വന്നത്. എന്ന് പറഞ്ഞാൽ, നീ ഇസ്രായേലിന് എന്ത് കൊടുക്കുന്നോ അത് നിനക്ക് തിരിച്ചും കിട്ടും. നീ ശപിച്ചോ, ശാപം നിനക്ക് തിരിച്ചു കിട്ടും. അനുഗ്രഹിച്ചോ, അനുഗ്രഹവും നിനക്ക് തിരിച്ചു കിട്ടും. അത്രയേ ഉള്ളൂ. അതാ റൈസി ഈസ് ദ ഫസ്റ്റ് ഇറാനിയൻ ലീഡർ മെൻഷൻ ത്രൂ എസേക്കിയേൽസ് പ്രൊഫസി ടു അറ്റാക്ക് ഇസ്രായേൽ. ബൗർ പോയോ? ഇല്ല. നമുക്കൊന്ന് വരാം. നമുക്ക് ഹിസ്കിയേൽ പ്രവചനം 39-ാം അധ്യായത്തിന്റെ ബാക്കി എവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത്? 5-ാമത്തെ വാക്യം എടുത്തേ. നീ വെളിംപ്രദേശത്ത് വീഴും, ഞാനല്ലോ അത് കൽപ്പിച്ചിരിക്കുന്നത് എന്ന് യഹോവയായ കർത്താവിന്റെ. അതിന്റെ മേളത്തെ വാക്യം നിങ്ങൾ വായിച്ചോണേ. നീ വെളിംപ്രദേശത്ത് വീഴുമെന്ന് ഇവനെ പറ്റി പറഞ്ഞതാ. ഇവൻ ഡാം ഉദ്ഘാടനം ചെയ്തിട്ട് ഹെലികോപ്റ്ററിൽ കയറി അങ്ങോട്ട് പോകുന്ന സമയത്ത് ആകാശത്തിന്റെ മണ്ടത്തിൽ നിന്ന് ഇവൻ വെളിപ്രദേശത്തോട്ട് പൊടുക്കോന്നങ്ങ് വീണു, പൊട്ടിത്തെറിച്ചങ്ങ് പോയി. ഇവൻ വെളിപ്രദേശത്ത് വീഴുമെന്നുള്ള കാര്യം ഇവൻ മര്യാദയ്ക്ക് ബൈബിള് വായിച്ചിരുന്നെങ്കിൽ ഇവൻ മനസ്സിലാക്കിയാലും ഈ പരിപാടിക്ക് ഇസ്രായേലിനോട് കളിക്കാൻ പോകത്തില്ലായിരുന്നു. ഞാൻ ചില ഇൻസിഡൻസ് അതിന് ചേർത്ത് പറയാൻ പോവാണ്. വാട്ട് ഈസ് ദ പ്രൊഫസി saying going to happen? അപ്പം എസേക്കിയേൽ പറഞ്ഞത്, ഞാൻ നിന്നെ ഐ വിൽ ബ്രിങ് യു ഓവർ ദ മൗണ്ടൻസ് ആൻഡ് യു വിൽ ഫോൾ ഓവർ ദ മൗണ്ടൻസ്. ഞാൻ നിങ്ങളുടെ പർവ്വത നിരകളുടെ മണ്ടയ്ക്ക് കൊണ്ടുവരും. എസേക്കിയേൽ 39 നിങ്ങൾ വായിച്ചോണം. അവിടെ നീ വീണോ? യെസ്. ഹെലികോപ്റ്റർ താഴെ വീണപ്പം ഇവൻ പർവ്വതനിരകളുടെ മണ്ടക്കോട്ടാണ് വീണത്. ഇവൻ അങ്ങനെ വീഴാൻ കാര്യം എന്തെന്നറിയാമോ? ഇവൻ ഇസ്രായേലിനെ ശപിച്ചു. ഇസ്രായേലിനെ ശപിക്കുമ്പം ഇവൻ മനസ്സിലാക്കിയില്ല ഇവൻ ദൈവജനത്തെ ശപിക്കുകയാണെന്ന്. ഒറ്റ മിനിറ്റ് നിർത്താൻ കേട്ടോ. നിങ്ങൾ വളരെ അസ്വസ്ഥരായിരിക്കുന്നുണ്ട്. എനിക്ക് വളരെ വിഷമമുണ്ട് നിങ്ങളുടെ ഈ അസ്വസ്ഥത കാണുമ്പോൾ. ഇപ്പം പലരും തീരുമാനം, ഇനി ഇയാളും കാണും വെബിനാർ വെച്ചാൽ ഞങ്ങൾ നാട് വിട്ടു പോകുന്നു, അല്ലെ മൊബൈൽ തന്നെ ഞങ്ങൾ എറിഞ്ഞു പൊട്ടിക്കുകയായിരുന്നു. അറിയാതെ പോലും കേൾക്കാതിരിക്കാൻ വേണ്ടിയില്ല, അത്രയും ദേഷ്യമായിരിക്കും. കേട്ടോണം. On 23rd of April
2024. This idiot was in Pakistan. ഇവനെപ്പറ്റി അദ്ദേഹം പാകിസ്ഥാനിലാണെന്ന് പറയാൻ എനിക്ക് സൗകര്യമില്ല. അതുകൊണ്ട് ദിസ് ഇഡിയറ്റ് എന്ന് പറഞ്ഞത്. കാരണം ദൈവജനത്തെ ശപിക്കുന്ന ഒരുത്തനെയും ഞാൻ ഈ അദ്ദേഹം ഒന്നും കയറി വിളിക്കാറില്ല. അതിൻ്റെ ആവശ്യമില്ല. ഇവൻ പാകിസ്ഥാനിൽ ചെന്നിട്ട് there he made a public statement that made headline around the world. ഇസ്രയേലിനെതിരായിട്ട് അവനൊരു സ്റ്റേറ്റ്മെന്റ് നടത്തി. ഡേറ്റ് ഒക്കെ എഴുതി 23rd ഏപ്രിലാണ്. എന്തുവാ? അടുത്ത ദിവസം പത്രങ്ങൾ വായിക്കുക. എന്തുവാ? ഭീഷണി. He said, if Israel does anything, there will be nothing left of the Zionist regime. ഇസ്രയേൽ അനങ്ങിപ്പോയെങ്കിൽ ഒരൊറ്റ ഇസ്രയേൽ ഈ ഭൂമിയിൽ ബാക്കി കാണത്തില്ലെന്ന് പാകിസ്ഥാനിൽ ചെന്ന് പറയാ. ഒത്തു അവൻ ഇസ്രയേലിനെ പബ്ലിക്കായിട്ട് ത്രട്ടൺ ചെയ്തു. അടുത്ത ദിവസം ലോകത്തിലെ പത്രങ്ങൾ വന്ന് ഹെഡ്ലൈൻ എന്നറിയാമോ? ഇറാൻ ത്രട്ടൺ ടു ഡിസ്ട്രോയ് ഇസ്രയേൽ. ഇറാൻ ഇസ്രയേലിനെ കൊല്ലാൻ ഭീഷണിപ്പെടുത്തി. ഇറാൻ പ്രസിഡന്റ് ത്രട്ടൺസ് ദ അനൈഹിലേഷൻ ഓഫ് ഇസ്രയേൽ. ഇസ്രയേലിനെ തുടച്ചു മാറ്റുമെന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് കുറച്ചു നേരം തുടയ്ക്കണം. നത്തിങ് വിൽ ബി ലെഫ്റ്റ് ഓഫ് ഇസ്രയേൽ. ഇസ്രയേലിന്റെ ഒന്നും ബാക്കി കാണത്തില്ല. അടുത്ത പത്രക്കാരൻ. Who will be destroying Israel? ഇറാനോ? അതിന്റെ ലീഡറോ? ഇബ്രാഹിം റൈസിയോ? ദി അബ്രഹാമിക് കവനന്റ് സേസ്. ഇവൻ ഇത് പറയുന്ന 2000 കൊല്ലം മുമ്പ് കവനന്റ് ഉണ്ട്. Whatever you do to my people, the same I will do to you. എൻ്റെ ജനത്തിനെതിരായിട്ട് നീ എന്ത് ചെയ്തോ അത് എനിക്ക് തിരിച്ചു കിട്ടിക്കോളൂന്ന് അവൻ ഇസ്രായേലിനെ ത്രട്ടൺ ചെയ്തു, ഭീഷണിപ്പെടുത്തി. എന്താണെന്നറിയാമോ? 23rd ഏപ്രിൽ പ്രത്യേകം ഞാൻ പറയാൻ പോവാ. ഭീഷണിപ്പെടുത്തി. ഒറ്റ മാസം കഴിഞ്ഞപ്പം പുള്ളി താപ്പോട്ടിങ്ങി പോകുന്നു. ഇവൻ മാത്രമേ ഇസ്രായേൽ ഡയറക്റ്റ് ടച്ച് ചെയ്തിട്ടുള്ളൂ. ഈ ഒറ്റ ഒരുത്തം മാത്രമേ ഇസ്രായേൽ ഡയറക്റ്റ് ടച്ച് ചെയ്തിട്ടുള്ളൂ. എന്താ ഈ മാസത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? ഇതിന്റെ പ്രത്യേകത എന്നറിയാമോ? ഈ 20ന്റെ പ്രത്യേകത എന്നറിയാമോ? പാസ് ഓവർ. ഇസ്രയേലിനെ മിസ്രയീമിൽ നിന്ന് ദൈവം പാസ് ഓവർ ചെയ്യിച്ച ദിവസമാണ്. കടത്തിവിട്ട ദിവസമാണ്. ഇസ്രയേലിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ സംഹാരദൂതൻ സംഹാരത്തിന്റെ വാളുമായിട്ട് ഇറങ്ങിയ ദിവസമാണ് 23rd എന്ന് പറയുന്നത്. അന്ന് അവൻ ഇസ്രയേലിന് ശാപം കൽപ്പിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ ദൈവം തിരിച്ചങ്ങ് തീരുമാനിച്ചു ഇവന് കൊടുക്കാൻ വന്നേ. ഇബ്രാഹിം റൈസ് ഡും. ഇപ്പൊ ഞാൻ എവിടം വരെ വന്നു? ഇപ്പൊ ഞാൻ വന്നത് 19th ഏപ്രിൽ 2024 വരെയാ വന്നത്. ഇനി നമുക്ക് ഇന്ന് വരെയുള്ള കാര്യം, ഈ 5ാം തീയതി വരെ നടക്കുന്ന സംഭവങ്ങൾ ഡേ ബൈ ഡേ അവിടെ മുതൽ തുടങ്ങണം. പക്ഷെ നമ്മുടെ സമയവും പോയി. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ഭാഗം അവസാനിപ്പിച്ചിട്ട് ഞാൻ സ്ക്രീൻ നമ്മുടെ പാസ്റ്റർക്ക് കൈമാറുകയാണ്, KT രാജൻ പാസ്റ്റർക്ക്. അപ്പോൾ ആർക്കെങ്കിലും ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മിക്കവാറും ചോദ്യം കാണും. നിങ്ങളുടെ ഇരിപ്പ് കൊണ്ട് നിങ്ങൾക്ക് ആർക്കും എന്തെങ്കിലും ചോദ്യമുണ്ട്? ഒരു ചോദ്യമുള്ളൂ, സാറേ നശിപ്പിക്കരുത് എന്ന രാഗത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പം നശിപ്പിക്കരുത് രാഗത്ത് നിങ്ങൾ സങ്കീർത്തനം എഴുതിക്കൂ. പാസ്റ്റർ വിൽ ഇൻ കേസ് യു ഹാവ് എ ക്വസ്റ്റ്യൻ ആസ്ക്, യു ക്യാൻ ആസ്ക്. അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് തീർത്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി കേൾക്കണമെന്നുള്ളത് ഞാൻ പ്രശ്നിച്ചോണേ. ഇസ്രയേലിനുള്ള എൻഡ് ടൈം പ്രോഫസി, ഒന്ന് ആ ലാൻഡിനോടുള്ള പ്രോഫസി ഉണ്ട്, മണ്ണിനോടുള്ള പ്രോഫസി ഉണ്ട്. 2 ആ ജനത്തോടുള്ള പ്രോഫസി ഉണ്ട്, ആ ജനത്തോട് ഉള്ള പ്രോഫസി ഉണ്ട്. 3 ആ ഗവൺമെന്റിനുള്ള പ്രോഫസി ഉണ്ട്, പ്രോഫസി ടു ദി ഗവൺമെന്റ്. 4 കണക്റ്റഡ് വിത്ത് ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്, ദൈവമക്കളായ നമ്മളോടുണ്ട്. ഇതിൻ്റെ ബാക്കിയും ലാൻഡിനോടുള്ള പ്രോഫസിയുമാണ് അടുത്ത ക്ലാസ്സിൽ പറയേണ്ടത്. നിങ്ങൾ വരികയാണെങ്കിൽ, ഇൻ കേസ് യു ഹാപ്പൻ ടു കം, ലാൻഡിനോടുള്ള പ്രോഫസിയും ദെൻ ദ പൊളിറ്റിക്കൽ സെറ്റപ്പിനുള്ള പ്രോഫസിയും കർത്താവ് അനുവദിച്ചാൽ അടുത്തൊരു ക്ലാസ് വെക്കുകയാണെങ്കിൽ പറയാമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാനാവട്ടെ. Now the screen is back to the host. Thank you very much.
താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഇന്ന് ക്ലാസ് ഇവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. കർത്താവിന് നന്ദി പറയുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിന് പൊരുൾ തിരിച്ചു തരുവാൻ സ്വർഗത്തിനായ ദൈവം കർത്താവിന്റെ ദാസനെ അഭിഷേകം ചെയ്തു, ഉപയോഗിച്ചു. അതിനായി കർത്താവിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന് ഇത്രയും സമയം കർത്താവിന്റെ വചന ശുശ്രൂഷ ദൈവദാസനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ഒരു ചോദ്യമുണ്ട്, എല്ലാവരും ചേർന്ന് ചോദിക്കുന്നു, അടുത്ത ക്ലാസ് എന്നായിരിക്കും? അതൊരു വലിയ ചോദ്യം തന്നെ. എനിക്ക് നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെയാണോ? എല്ലാവരും സമ്മതിക്കുന്നുണ്ടോ? ഇത് വേണ്ടേ? നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യണ്ടേ? ആരും കൈ പൊക്കുന്നില്ലല്ലോ. കൈ കാണാം. സാറേ, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ട് ഇതിന്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതെ അത് അന്ത്യത്തിൽ എത്തിക്കണം. അതുപോലെ തന്നെ ഇത് ഞങ്ങൾക്ക് ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സമയമാണ്. കർത്താവിന്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു എന്ന് ഈ ഇന്നത്തെ ശുശ്രൂഷയിൽ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഇന്ന് സമയം അധികമായതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് ഇവിടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. കർത്താവ് സഹായിക്കട്ടെ. തോമസ് പാസ്റ്റർ, CJ തോമസ് പാസ്റ്റർ, കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് ഇപ്പോൾ ആശീർവാദം പറയുന്നതായിരിക്കും. അൺമ്യൂട്ട് ചെയ്ത. ഓക്കെ, താങ്ക് യു. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ പുത്രനിൽ കൂടെ അവിടുത്തോട് അടുക്കുവാനും അവിടുത്തെ മക്കളായി തീരുവാനും അവിടുത്തെ കൃപയിൽ ഈ ഭൂമിയിലായിരിക്കാനും അവിടുത്തെ വചനം മനസ്സിലാക്കുവാനും ആ വചനം പഠിക്കുവാനും പഠിച്ചുകൊണ്ടിരിക്കുവാനും ഞങ്ങൾക്ക് ഇന്ന് വരെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇങ്ങനൊരു വിഷയം ഉണ്ടെന്ന് പോലും തോന്നിയിട്ടില്ലാത്ത പല കാര്യങ്ങൾ ഇന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചല്ലോ. ഞങ്ങളെ പഠിപ്പിക്കുവാൻ അങ്ങയുടെ ദാസനെ ദൈവം ഒരുക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ക്ലാസ്സിൽ കർത്താവെ, ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു, പക്ഷെ അതെല്ലാം അതിൻ്റെതായ നിലകളിൽ തെറ്റായിരുന്നു എന്നും കൂടി വെളിപ്പെടുവാൻ ഇന്നത്തെ ക്ലാസ് ഉതകി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എങ്കിലും അതിൻ്റെ മുഴുവൻ ക്ലാസ്സുകൾ വരുന്ന ആളുകൾ ഞങ്ങൾക്ക് ലഭിക്കുവാൻ അങ്ങയുടെ ദാസനെയും ഇന്ന് ഇതിൽ സംബന്ധിച്ച എല്ലാവരെയും വേഗത്തിൽ ഒരുക്കണമേ. അവിടുത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും വേഗത്തിൽ സടകുടഞ്ഞെഴുന്നേറ്റ് ഒരുങ്ങി ഉണർന്നു കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനും കർത്തൃമുഖത്തേക്ക് നോക്കുവാനും അങ്ങേക്ക് വേണ്ടി ഓടുവാനുമുള്ള സമയമാണെന്ന് മാത്രം ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ അങ്ങ് സഹായിക്കണം. അവിടുത്തെ ദാസനെ പഠിപ്പിക്കുവാൻ വേണ്ടി ഇന്ന് ഞങ്ങളെ ഒരുക്കിയത് ഓർത്ത് സ്തോത്രം. ബാക്കിയുള്ളതും പഠിപ്പിക്കുവാൻ അവിടുത്തെ ദാസനെ ശാരീരികമായി, മാനസികമായി, ആത്മീയമായി ഒരുക്കണമേ. തൻ്റെ പ്രിയപ്പെട്ടവൾക്കായി കർത്താവെ, അവരുടെ നല്ല പരിചരണങ്ങൾ ഏറ്റുകൊണ്ട് ആരോഗ്യത്തോടെ, സുഖത്തോടെ, ബലത്തോടെ നിൽപ്പാൻ പ്രിയപ്പെട്ടവനെ സഹായിക്കണം. പാസ്റ്റർ KT രാജൻ അവറുകൾക്കായി, ബ്രദർ ചാർലിക്കായി, കർത്താവെ, ഞങ്ങളെ ഗാന ശുശ്രൂഷ നന്നായി നിർവഹിക്കുന്ന ബെന്നിച്ചനായി, ഇതിൽ സംബന്ധിക്കുന്ന പ്രായഭേദമെന്നെ ഞങ്ങളുടെ SBS-ന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പുതുതായി സംബന്ധിച്ച എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് കുറച്ചുകൂടെ മെച്ചത്തിൽ പഠിക്കുവാനുള്ള വഴികളും കൃപകളും ഞങ്ങൾക്കായി ഒരുക്കണം. ഞങ്ങളെ ഓർമ്മിപ്പിച്ച വചനങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഈ രാത്രി ഞങ്ങൾ ഈ ക്ലാസ്സിൽ പിരിഞ്ഞ് ഞങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് പ്രവേശിച്ചാലും ഈ വചനം ഓർക്കുവാനും പഠിക്കുവാനും ചിന്തിക്കുവാനും പിന്നെയും ഞങ്ങളെ സഹായിക്കണം. മുഴുവൻ മഹത്വവും മാനവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് മാത്രം തരുന്നു. വരവിനാ ഒരുക്കും ഞങ്ങളെ പ്രത്യാശയാൽ നിറയ്ക്കും. ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന ക്രിസ്തുയേശുവിൻ നാമത്തിൽ വിനയത്തോടെ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആശീർവാദം പറഞ്ഞു. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹാശീർവാദങ്ങളും കൃപാകടാക്ഷങ്ങളും ഞങ്ങളുടെ ദൈവവചനം പഠിപ്പിച്ച അങ്ങയുടെ ദാസനോടും ഇതിൽ സംബന്ധിച്ച എല്ലാവരോടും കൂടെ അവിടുത്തെ വരവോളം ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. Thank you, everybody.